അറിയിച്ചില്ല അത് ഇത് എന്നും പറഞ്ഞു. SK bro will join in a couple of seconds. ഒന്ന് വെയിറ്റ് ചെയ്യാം. സോറി വേറൊരു കോളിലാണ്. ആ കോളിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് നിങ്ങൾ കേട്ടത്. നമസ്കാരം ടു ചെൽസി ഫാൻസ്. ഞാൻ എന്താ അറിയിക്കാത്തത് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നു. SK will join back in a couple of seconds. വന്നുടനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ. കൈസഡോഡിയിൽ ഇതന്നെയാണ് എല്ലാവർക്കും ടെൻഷൻ. അവസാനം കേൾക്കുന്നത് ദാറ്റ് ഇതാരി പീസ് കൈസഡോഡിയിൽ അവസാനം കേട്ടത് ദാറ്റ് കൈസഡോ സൂപ്പർ അപ്സെറ്റ് വിത്ത് ബ്രൈറ്റൺ. 70 million ബിഡ് വന്നിട്ടും ദർ നോട്ട് വില്ലിംഗ് ടു സെൽ എന്നത് കൈസഡോ സൂപ്പർ അപ്സെറ്റ്. കളി കണ്ടോ? യെസ്, കളി മൊത്തം ലൈവ് ഇരുന്ന് കണ്ടില്ല ബിക്കോസ് ഓഫ് വർക്ക്. പക്ഷെ റീപ്ലേ കണ്ടു. ലോട്ട് ഓഫ് ഇംപ്രൂവ്മെന്റ്സ്. പക്ഷെ റെക്സം അതും ദേ ജസ്റ്റ് ഗോട്ട് ഇൻ ടു ദ ഫുട്ബോൾ ലീഗ്. അപ്പോൾ ആ ഒരു ടീമിനായിട്ട് ഒരു കളീനെ ഓവറായി ഐ ഡോണ്ട് വോണ്ട് ടു ഗെറ്റ് എ ഹെഡ് ഓഫ് മൈ സെൽഫ്. പക്ഷെ ലോട്ട് ഓഫ് പോസിറ്റീവ്സ് ഫ്രം ദാറ്റ് മാച്ച്. വീണ്ടും മിനി ഫീഡ് ഫുട്ബോൾ അതെ താടി തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഷംഷീറിന് ഒരു ദിവസം കൊണ്ടുവരാ ചാനലിൽ ഹോപ്പ്ഫുള്ളി. ഇപ്പോൾ 2 ഫീഡ് ഫുട്ബോളും ഫീഡ് ഫുട്ബോൾ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടൊരു സ്ട്രീം ആവാം. ഹേ ഗൈസ്, ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യൂ. SK വിൽ ബി ബാക്ക്. ജെയ്മി കമ്മിങ്സ് വുഡ് ബി എ സെക്കൻഡ് ചോയ്സ് ഗോൾ കീപ്പർ എന്ന് ന്യൂസ് കണ്ടു. യെസ്, അങ്ങനെയാണെങ്കിൽ ഇറ്റ് വിൽ ബി കെപ്പ ഫസ്റ്റ് ചോയ്സ് ആൻഡ് ജെയ്മി കമ്മിങ്സ്. റീസിനെ DMF ആക്കുന്നത് യെസ് ഇസ് ഡെഫിനറ്റ്ലി ആൻ ഓപ്ഷൻ. മാലോ ഗുസ്റ്റോ അത്യാവശ്യം ഒരു പോസിറ്റീവ് പെർഫോമൻസ് ആയിരുന്നു, കുറ്റം പറയാനൊന്നുമില്ല. ബട്ട് അഗൈൻ ലെറ്റ്സ് വെയിറ്റ് ഫോർ എ കപ്പിൾ ഓഫ് ടഫ് മാച്ചസ്. ഒരു ബ്രൈറ്റനായിട്ടുള്ള കളി ഐ തിങ്ക് വിൽ ഗിവ് അസ് ഒരു കറക്റ്റ് ഐഡിയ ഓഫ് വെയർ വി ആർ, എത്രത്തോളം ബുദ്ധിമുട്ടും നമ്മുടെ ടീം എന്നുള്ളത്. ബട്ട് അഗൈൻ ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് പോസിറ്റീവ്സ്. എസ്പെഷ്യലി ആ പുതിയ ചെക്കൻ ട്വിറ്റർ അക്കൗണ്ട് എന്താ ഡീആക്ടിവേറ്റ് ചെയ്യണ ചോദിച്ചാൽ ട്വിറ്ററിൽ കയറിയ ഒരു നെഗറ്റിവിറ്റിയാണ് മൊത്തം. ആസ് ഇൻ നമ്മുടെ പോസിറ്റീവായിട്ട് ആർക്കൊന്നും പറയാനില്ലാത്തപ്പോൾ ഐ തിങ്ക് ഇറ്റ് ജസ്റ്റ് ബിക്കംസ് എ ലോട്ട് ഓഫ് നോയ്സ്. നോ ഫൺ ഓൺ ട്വിറ്റർ എനിമോർ. ഇവിടെ യൂട്യൂബ് വരുമ്പോൾ ഐ തിങ്ക് ആർ സബ്സ്ക്രൈബേഴ്സ് എസ്പെഷ്യലി കുറച്ച് സ്റ്റേബിൾ ആൻഡ് ഫുട്ബോൾ അറിയുന്ന ഫാൻ ബേസ് ആയതുകൊണ്ട് ടോക്കിംഗ് ടു യു ഗൈസ് ഇസ് മച്ച് മോർ ഫൺ. ട്വിറ്ററിലാകെ ഒരു ഒച്ചപ്പാടാണ് മൊത്തം. കാസഡെ ലോണോർ സ്റ്റേ വെരി വെരി പോസിറ്റീവ് പെർഫോമൻസ് കാസഡയുടെ. ബട്ട് അഗൈൻ റെക്സം ആയിട്ടുള്ള കളി ഐ തിങ്ക് വി വെറന്റ് ഓവർട്ട്ലി ചാലഞ്ച്ഡ്. ഐ വാസ് മോർ ഇംപ്രസ്ഡ് വിത്ത് ആൻഡ്രേ സാന്റോസ്. വാസ് എ ഹ്യൂജ് എന്താ പറയുക, ഹ്യൂജ് സർപ്രൈസ്. അടിപൊളി പ്ലെയർ ആയിരുന്നു. മാറ്റ്സൺ വാസ് ഔട്ട് ഓഫ് ദിസ് വേൾഡ്. ഐ തിങ്ക് ഒരു അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ദെൻ യു ഓൾസോ ഹാഡ് ആ പുതിയ ചെക്കൻ ആഞ്ചലോ ഗബ്രിയൽ. അയ്യോ, ഐ തിങ്ക് 16th net I think we signed him for 13 million. To have this sort of impact again, definitely didn't expect. Pre-season ഇതിൽ കാണുന്നില്ലേ, മറ്റേ ഐ തിങ്ക് 5th Stand ആപ്പിൽ ഫ്രീ ആണെന്നാണ് എൻ്റെ വിശ്വാസം. ഇല്ലെങ്കിൽ തപ്പിത്തരാം, ഐ എം നോട്ട് ഷുവർ. ഇപ്പോൾ നമ്മുടെ സ്ട്രീം കാണുന്ന ആർക്കെങ്കിലും ഇഫ് ദേ ഹാവ് ഫ്രീ ലിങ്ക്സ് ടു അവർ പ്രീ സീസൺ മാച്ചസ് ഒന്ന് പോസ്റ്റ് ചെയ്യൂ. കൈസഡോ സെയിം സീൻസ്. നമ്മൾ 70 million ബിഡ് ചെയ്തു എന്നാണ് അവസാനം കണ്ടത്. ബട്ട് വി ഡിഡ്ന്റ്, ബ്രൈറ്റൺ ഹാസ് റിജക്റ്റഡ്. ആൻഡ് കൈസഡോ സൂപ്പർ അപ്സെറ്റ്. ഇപ്പോൾ US തന്നെ 2 ടീം ഉള്ളതുകൊണ്ട് വി കൻ പ്രോബബ്ലി ഹാവ് ഫേസ് ടു ഫേസ് നെഗോസിയേഷൻസ്. കൈസഡോയുടെ ഏജന്റ് അങ്ങോട്ട് പോയിട്ടുണ്ടെന്നാണ് കേട്ടത്. RJP ജേർണലിസം ജസ്റ്റ് പോസ്റ്റഡ് ദാറ്റ് ബ്രൈറ്റൺ വിൽ സ്റ്റിൽ ആസ്ക് ഫോർ 100 million. പിന്നെ 100 million മാത്രമുള്ള പ്ലെയർ ആണോ കൈസഡോ എന്നുള്ളത് ഇസ് ഡിബേറ്റബിൾ. ടോം ജോ, താങ്ക് യു. സോ I think someone had asked, Star Sports Selectly there is telecast and we have Talaivar SK bro back on the stream. നമസ്കാരം. കിടിലം ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. ചിരിച്ച് ചത്ത്. ഞാൻ ചീത്ത കളിക്കുന്ന ആരൊക്കെ കേട്ടോ ആവോ? ഇല്ല, ഞാൻ 2 വാക്കേ കേട്ടുള്ളൂ. ഇപ്പൊ കുഴപ്പമില്ല. റൈറ്റ്. Angelo Gabriel is similar to Mo Salah. Hopefully this time also Chelsea will sell him like Salah. See, ഞാൻ ഒരു കാര്യം പറയട്ടെ. Chelsea have sold a gazillion players. നിങ്ങളതാണ് മനസ്സിലാക്കണം. അതില് മുഹമ്മദ് സാല, കെവിൻ ഡി ബ്രോയ്നർ, ജമാൽ മ്യൂസിയാല, ഡെക്ലാൻ റൈസ് സക്സസ്ഫുൾ ആയി. ഇവര് സക്സസ്ഫുൾ ആയത് ചെൽസി വിറ്റുകൊണ്ടൊന്നുമല്ല. ഇവര് പോയി മറ്റുള്ള ക്ലബ്ബിൽ പോയി ട്രെയിൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് സക്സസ്ഫുൾ ആയതാണ്. പിന്നെ അന്നത്തെ സ്ട്രാറ്റജി ഒരുപാട്. ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന തന്നെ പ്ലേയേഴ്സിനൊക്കെ മേടിച്ചൊന്ന് വാല്യൂ ഒക്കെ എത്തിയിട്ട്
നല്ല ഇമ്പോർട്ടന്റ് പ്ലേയേഴ്സിനെ റീറ്റെയിൻ ചെയ്യുക, കാശ് കൂടുന്ന പ്ലേയേഴ്സിനെ നമ്മൾ വിൽക്കുക, സെലക്ട് പ്രോഫിറ്റ് ഒരു 30-40 മില്യൺ പ്രോഫിറ്റിൽ നമ്മൾ വിൽക്കുക എന്നുള്ളത് തന്നെയാണ് മെയിൻ ഉദ്ദേശം. അതിൽ യാതൊരു സംശയമൊന്നുമില്ല. പിന്നെ അഗൈൻ ഞാൻ എപ്പോഴും പറയുന്ന ഒരു പോയിന്റ്, ചെൽസി മോസാലിനെ വിട്ടു, ബട്ട് ആഫ്റ്റർ ദാറ്റ് വി വൺ ട്രോഫീസ്. അല്ലെങ്കിൽ കെവിൻ ഡി ബ്രൂയിനെ വിട്ടു, വി വൺ ട്രോഫീസ്. കെവിൻ ഡി ബ്രൂയിനർ പോയിട്ട് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റി പോയിട്ട് ഹി വൺ ട്രോഫീസ്. സോ ഇറ്റ് വാസ് എ വിൻ വിൻ സിറ്റുവേഷൻ. നമ്മൾ ട്രോഫീസ് അടിച്ചു, കെവിൻ ഡി ബ്രൂയിനർ ട്രോഫി അടിച്ചു. പിന്നെ നമ്മളൊരു കഴിഞ്ഞൊരു 1-2 കൊല്ലം ഈ പ്രതിസന്ധി കൂടെ കടന്നു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. വിച്ച് ഇസ് ഫൈൻ, ഫെയർ എനഫ്, ആൻഡ് വി മൂവ് അഹെഡ്. happens, we learn from our mistakes and move on എന്നുള്ളത് തന്നെ. എല്ലാവരും ചോദ്യം എസ് കെ ബ്രോ കൈസഡോ തന്നെയാണ്. ഐ തിങ്ക് ഒരു 2 മാസം മുന്നേ വെൻ റോബ് കെയിം ഓൺ ടു സ്ട്രീം വിത്ത് ആൾ തന്നെ പറഞ്ഞു ഹി ഈസ് നോട്ട് ഓപ്റ്റിമിസ്റ്റിക് അബൌട്ട് കൈസഡോ. ബ്രൈറ്റൺ ആർ വെരി ഹാർഡ് ടു നെഗോഷിയേറ്റ് വിത്ത് ഈ കാര്യത്തിൽ. ഒരു 100 മില്യൺ മിനിമം ചോദിക്കുന്നതാണ്. സോ ഡു യു തിങ്ക് കൈസഡോ വിൽ കം ത്രൂ, ഓർ ഡു യു തിങ്ക് നമ്മൾ ആ ചുവാമെനി ഇല്ലെങ്കിൽ ലാവിയ ഓപ്ഷൻസ് എക്സ്പ്ലോർ ചെയ്യുന്നത്? നമ്മൾ വേണ്ടെങ്കിൽ വേണ്ട, നമുക്ക് വേറെ പ്ലേയേഴ്സ് ഉണ്ട് മാർക്കറ്റിൽ. താങ്ക്ഫുള്ളി ആ ഒരു പ്ലെയറിൽ നമുക്ക് പൊസിഷൻ കളിക്കാനുള്ള പ്ലേയേഴ്സ് ഉണ്ട്. വി നീഡ് സംബഡി ഹു ഇസ്, എന്റെ ഒരു കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇഫ് യു ഗെറ്റ് സോഫിൻ അമ്രാബാത്ത് ഇസ് ഗെറ്റ്, ബിക്കോസ് സാന്റോസ് പീപ്പിൾ ആർ ബെറ്റിംഗ് ബിഗ്. സാന്റോസിലേക്ക് ഒരു പ്രതീക്ഷ ഇല്ലായിക്കില്ല. ഹി കുഡ് ബിക്കം ആർ കൈസഡോ എന്നുള്ളൊരു മനസ്സ് എന്റെ പറയുന്നു. ഹി ക്യാൻ ബിക്കം ദാറ്റ് പ്ലെയർ ദാറ്റ് വി റിയലി വാണ്ട്. നമ്മുടെ ആൻസർ ടു എ കാസമീറോ ഓർ എ ചൗമേനി ഓർ ഈവൻ എ ഫെബീനിയോ കൈൻഡ് ഓഫ് എ പ്ലെയർ. അതൊരു ഹ്യൂജ്ലി പോസിബിൾ ആണ്. ഇപ്പൊ വി ഷുഡ് വാക്ക് അവേ. കാരണം ഭയങ്കര ഒരു എന്താ പറയുന്ന ഒരു ഡെസ്പറേറ്റ് സിറ്റുവേഷൻ. ഇറ്റ്സ് നോട്ട് എ ഹാരി കെയ്ൻ സിറ്റുവേഷൻ, ഇറ്റ്സ് നോട്ട് എ ലെവൻഡോസ്കി സിറ്റുവേഷൻ, അല്ലെ? അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ലാത്തതുകൊണ്ട് ഐ എം ഡെഫിനറ്റ്ലി സേ യോർ എ റൊണാൾഡോ ഓർ എ മെസ്സി ഓർ എനി ലൈക്ക് ദാറ്റ് പ്ലേയേഴ്സ് ഓർ ഈവൻ എൻ എംബാപ്പെ. അപ്പൊ അതിന്റെ പേരും പറഞ്ഞ് നമ്മള് I mean, we should walk away. 80 million, they don't accept the bid. Thank you so much. Nice meeting you. Bye bye. അതോടെ തന്നെ ബ്രൈറ്റന്റെ പേര് കുറച്ച് ചീത്തയായിക്കോളും ചെയ്തോളൂ. അങ്ങനെ 2 ഗുണമുണ്ട്. ഒരു 30-40 മില്യന് നമ്മുടെ ലാവിയനെ കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ദ സ്മാർട്ടർ ഡീൽ. ബ്രൈറ്റൺ ഇപ്പൊ കുക്കുറെല്ല ഡെഫിനറ്റ്ലി വാസന്റ് 70-80 മില്യൺ പ്ലെയർ. വി ഓവർ പെയ്ഡ് ദർ. ആ സെയിം മിസ്റ്റേക്ക് ഇവിടെയും ചെയ്യാണ്ടിരിക്കണം എന്നാണ് ഇപ്പോൾ. അല്ല, എനിക്ക് ലാവിയെ കൊണ്ടുവരണം. വൈ ലാവിയ? വി ഓൾറെഡി ഹാവ് സാന്റോസ്. അതേ പ്രായത്തിലുള്ള സാന്റോസ് നമ്മുടെ ഉള്ളതുകൊണ്ട് നമ്മൾ ലാവിയെ കളിപ്പിക്കുന്നില്ല, അർത്ഥമില്ല. പിന്നെ ഫാർഫെസ്റ്റ് ചോദിക്കുന്നത്, ഡു യു തിങ്ക് ജോസ്കോ ഗോഡിയോൾ ഇസ് ഹാപ്പനിങ് ടു കൈസഡോ? നോ, ജോസ്കോ ഗോഡിയോ ഇസ് വെരി ക്ലിയർ. 100 മില്യൺ തന്നാലേ തരുള്ളൂ എന്ന് അവര് RB ലൈപ്സിഗ് ഭയങ്കര ക്ലിയർ ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഇവിടെ വേറെ ഡിഫറൻസ് ആണ്. അതായത് കൈസഡോയുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് 70 മില്യൺ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കൊടുക്കാം, ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്നുള്ളത്. ഇപ്പൊ അവര് മാറ്റി പറയാണ്. ഡെക്ലൻ റൈസിന്റെ ഒരു പേരും പറഞ്ഞ് അവർക്ക് 100 മില്യൺ വിലയിരുത്തുന്നു. ഈസി വർത്ത് 100 മില്യൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ഡോണ്ട് നോ. ഐ മീൻ പ്ലെയറിന്റെ പ്രൊഫൈൽ അനുസരിച്ചിട്ട് ഒരു സീസൺ ഐ തിങ്ക് ബിസുമയും ഇതേപോലെ ഐ തിങ്ക് ഹി വാസ് ഒരു വൺ ഫോമിലായിരുന്നു ഫോർ ബ്രൈറ്റൺ. പക്ഷെ ടോട്ടൻഹാം പോയിട്ട് ഓബ്വിയസ്ലി ഡിഡ്ന്റ് ഹാവ് ദ ബെസ്റ്റ് സീസൺ. ഇപ്പൊ ചിലരുടെ കൺസേൺ വെദർ ദ സെയിം വിൽ ഹാപ്പൻ. കൈസഡോ ഒരു പുതിയ സിസ്റ്റത്തിൽ അതേമാതിരി സെറ്റ് ആവുമോ എന്നുള്ളൊരു ടെൻഷൻ ആവുന്നു. അതെ, നമ്മൾ ഈ 100 മില്യൺ ഒക്കെ മേടിച്ചു കഴിഞ്ഞാൽ പ്രൈസ്, ഇപ്പൊ ഡെക്ലൻ റൈസ് ആർസണൽ മൊത്തം എക്സൈറ്റഡ് ആണ്. പക്ഷെ 100 മില്യൺ ഡെക്ലൻ റൈസും വെസ്റ്റ് ഹാമിൽ കളിക്കുന്ന ഡെക്ലൻ റൈസിന്റെയും സൈക്കോളജിക്കൽ പ്രഷർ വേറെയാണ്. അപ്പോ അത് ആ പ്രഷർ, സൈക്കോളജിക്കൽ പ്രഷർ സീസൺ തുടങ്ങിയിട്ട് ഒരു മിസ്റ്റേക്ക് മതി ആൾക്കാർ കുത്തിപ്പൊക്കാൻ. ഒരു മിസ്റ്റേക്ക് മതി ആൾക്കാർ കുത്തിപ്പൊക്കാൻ. അപ്പോ ദാറ്റ് ഇസ് എ ഹ്യൂജ് പ്രഷർ. 100 മില്യൺ കൈസഡോ എന്ന് പറയുന്നത് ഭയങ്കര പ്രഷറായി മാറും. അപ്പോ ഐ തിങ്ക് വി ഷുഡ് വാക്ക് അവേ. ഇഫ് യു തിങ്ക് 80 മില്യൺ ഇസ് ടു മച്ച്, വാക്ക് അവേ, ഗെറ്റ് സോഫിൻ അമ്രാബാത്ത്. പക്ഷെ അമ്രാബാത്ത് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ഗോണ ബി ഈസി. കാരണം ഹി വാണ്ട്സ് ടു സ്റ്റേ ഇൻ La Liga, so why do you want to move away from La Liga? Can we offer him something really nice? That's a big question. Age and experience is different. പക്ഷെ എന്നാലും എന്താ പറയണേ, Chelsea board are betting on Santos. He is the next big player for us. അപ്പൊ ലാബിയനും അതേ സ്ഥലത്ത് കളിപ്പിച്ചിട്ട് കൈസഡോയുടെ ഡെവലപ്മെന്റ് എന്തിനാ കുളമാക്കുന്നത്? So I don't want that development to be എന്താ പറയണേ ഡിസ്റ്റർബ്ഡ്. എനിക്ക് അത്ര പറയാനുള്ളൂ. മലയാളത്തിൽ എന്താ പറയേണ്ടത്? അവനാണ് കോൺട്രാക്ട് റിന്യൂ ചെയ്തത്. മണ്ടൻ അവൻ അവരുടെ പറയുന്ന കാര്യം വിശ്വസിച്ച് കോൺട്രാക്ട് റിന്യൂ ചെയ്തു. ഹാരി കെയ്ൻ 6 വർഷത്തെ കോൺട്രാക്ട് റിന്യൂ ചെയ്ത പോലെ ടോർണമെന്റ്. പ്ലേയേഴ്സ് മേക്സ് ദോസ് ഡ്രാസ്റ്റിക് മിസ്റ്റേക്സ്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോ വി ഡോണ്ട് ഗെറ്റ് ഇറ്റ്, വി മൂവ്, വി സൈൻ സംബഡി എൽസ്. അബ്സല്യൂട്ട്ലി. വി ഹാവ് ലോട്ട് ഓഫ് പ്ലേയേഴ്സ്. സങ്കാര ഉണ്ട്. ഐ ലവ് സങ്കാരയുടെ അനാലിസിസ് ചെയ്തപ്പോൾ ഐ എം പ്രിറ്റി ഇംപ്രസ്ഡ്. ഫ്ലോറന്റിനോ ലൂയിസ് ഉണ്ട്. ഐ എം അഗൈൻ മാസിവ്ലി ഇംപ്രസ്ഡ് ബൈ ഫ്ലോറന്റിനോ ലൂയിസ്. പക്ഷെ ഫ്ലോറന്റിനോ ലൂയിസിനെ അത് 120 മില്യൺ മിനിമം അവർ ചോദിക്കുന്നുള്ള സംശയം വേണ്ട. ഇബ്രാഹിം സങ്കാരെ പ്രോബബ്ലി എ ബിറ്റ് മോർ ലെസർ.
നമുക്ക് കിട്ടും. മനുക്കോന് ചെറിയ വിലയ്ക്ക് ഒരു 40-50 മില്യൺ കിട്ടുമായിരിക്കും എന്നൊക്കെ ഒരു റൂമർ കേട്ടതായിട്ട് ഓർമ്മ. ഇതിന് കുറെ കാലം മുന്നേ ലിവർപൂൾ നോക്കുന്നുണ്ട് ഫോർ 40 മില്യൺ 50 മില്യൺ എന്നൊരു ഇതുണ്ടാവും. ഉഗാർത്തനെ വിട്ടുകളയാൻ സി ഐ മീൻ നമുക്ക് നമ്മുടെ അതങ്ങനെ ആവണം. നമ്മള് സിറ്റി നോക്ക്, കൈസോഡോന്റെ ഡീല് കൈസോഡോ സോറി കുക്കുറേന്റെ ഡീല് വരുന്നില്ല, പോയി. ഡെക്ലൻ റൈസിന് ഒരു ബിഡ് ഇട്ട് നോക്കി, കൂടുതൽ പോയി. അതുപോലെ തന്നെ സെയിം സംഭവം. നമ്മൾ ഇപ്പൊ എല്ലാ പ്ലേയേഴ്സും ചോദിക്കുന്ന സാലറി കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വാല്യൂ എന്തിരിക്കുന്നു? നമ്മൾ വളരെ വ്യക്തമാക്കണം നമ്മുടെ മാർക്കറ്റിൽ. നമ്മൾ ഈ സാലറി തരും, അക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തന്നോ, ഇല്ലെങ്കിൽ വേണ്ട. ആ ഒരു സിറ്റുവേഷൻ നമ്മൾ എത്തണം. അതന്നെ ഫാർഫെസ്റ്റ് പറയുന്നത് ബാക്കറ്റിച്ചിന്റെ ഡെവലപ്മെന്റും അത് ഇഷ്യൂ ആക്കുന്നുള്ളത്. ഒരു പ്ലെയറിനെ ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതേ പ്രായത്തിലുള്ള വേറെ പ്ലെയറിനെ മേടിച്ചിട്ട് കാര്യമില്ല. പ്രായം കൂടിയ ഒരു പ്ലെയറിനെ മേടിച്ചിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, എന്നിട്ട് വേണം ഡെവലപ്പ് ചെയ്യാൻ. I mean, I want to speak about Bashir Humphreys. Absolutely brilliant player. Brilliant player. Funny thing, he is right-footed. കളിച്ചത് ലെഫ്റ്റ് സെന്റർ ബാക്ക് ആയിട്ട്. Hebard? എന്താ പറയുക, ഐ തിങ്ക് ഡിഫൻസ് എസ്പെഷ്യലി വിത്ത് ഇപ്പൊ കേൾക്കാനുണ്ടോ? കേൾക്കുന്നുണ്ട്. ഞാൻ കളി കണ്ടില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. കളി കണ്ടിരുന്നു. പക്ഷേ ഇപ്പോഴും പറയുന്ന ഐ തിങ്ക് ഡിഫൻസ് എസ്പെഷ്യലി ആഫ്റ്റർ കുലിബാലി ലെഫ്റ്റ് അത്യാവശ്യം ഡിപ്പാർച്ചേഴ്സ് ആയി. ഫൊഫാനാസ് ഇഞ്ചുറി ഗോയിങ് ഇൻ ടു ദ സീസൺ. ബഷീർ ഹംപ്രീസിനെ ഹീസ് വെരി യങ്, സോ ഹി മൈറ്റ് മേക്ക് എ ലോട്ട് ഓഫ് മിസ്റ്റേക്സ്. അവിടെ ഒരു സൈനിങ് വരുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ഹു ആർ സെന്റർ ബാക്ക് ഓപ്ഷൻസ്? ഇപ്പോൾ ബഡിയാഷീലയായി, കോൽവില്ലായി, ദെൻ യു ഹാവ് തിയാഗോ സിൽവ ആൻഡ് നമ്മുടെ ചലോബ. അപ്പൊ ഈ 4 പേര് ഉള്ളപ്പോൾ again I'm not too sure how much game time Humphreys will get or if we'll sign a new player, but definitely very very positive signs അവിടെ. എനിക്ക് ബാഷർ ഹംഫ്രീസ്, ഐ എം ബെറ്റിംഗ് ഓൺ ബാഷർ ഹംഫ്രീസ്. വെറുതെയാണ് നമ്മൾ ഒരു RCBക്ക് വേണ്ടിയിട്ട് നമ്മൾ കാശ് ചെലവഴിക്കണേ. വി ഓൾറെഡി ഹാവ് ചാലബ. ബാഷർ ഹംഫ്രീസിനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം. പ്ലസ് വി ഓൾറെഡി ഹാവ് തിയാഗോ സിൽവ. സോ I don't have any need for any right center back in your opinion. Yeah, go ahead. Okay, take this. Then on the 30 to 35 million കിട്ടിയ കോനെ കിട്ടും പറയുമ്പോൾ നോ ബ്രെയിനർ. ഐ തിങ്ക് എസ്റ്റാബ്ലിഷ് പ്ലെയർ, മൾട്ടിപ്പിൾ സീസൺസ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട് അറ്റ് ദ ടോപ്പ് ലെവൽ. ചെറിയ പൈസ കിട്ടുകയാണെങ്കിൽ ഐ തിങ്ക് ഹീസ് നോട്ട് ദ കൈൻഡ് ഓഫ് പ്ലെയർ ഹു വിൽ ബ്ലോക്ക് സാന്റോസ് ആസ് വെൽ. ഇപ്പോൾ ആൻഡ് ഇപ്പോൾ നമ്മുടെ മിഡ്ഫീൽഡ് വെച്ച് നോക്കുമ്പോൾ ഐ തിങ്ക് വി ഹാവ് ഹാർഡ്ലി 3-4 സീനിയർ നെയിംസ്, മോർ ദാൻ ഇനഫ് ഗെയിംസ് ടു ഗോ അബൌട്ട് ഫോർ ഷുവർ. ദെൻ ചെറിയ പൈസയ്ക്ക് ഒരു സ്മാർട്ട് ഡീൽ നടത്താൻ ഒരു അവസരം ഉള്ളപ്പോൾ വൈ വി ആർ നോട്ട് ചേസിങ് ദീസ് പ്ലേയേഴ്സ് എന്നുള്ളൊരു സങ്കടം മാത്രമാണ്. വി ക്യാൻ ഗെറ്റ് ഹിം ഫോർ അബൌട്ട് 35 to 40 മില്യൺ. ലിവർപൂൾ സ്കൗട്ട് ചെയ്തിരുന്നു എന്നൊരു ന്യൂസ് ഉണ്ടായിരുന്നു. ദെൻ ദാറ്റ് ന്യൂസ് ഡൈഡ് ഔട്ട്. ചെൽസി എന്തായാലും നോക്കണം ഫോർ ഷുവർ. ചലോബയുടെ പേര് കാണുന്നുണ്ട്. കാസഡേ ഐ തിങ്ക് ഹാഡ് എ റിയലി ഗുഡ് ഗെയിം യെസ്റ്റർഡേ. ഐ തിങ്ക് റെക്സം ആണെങ്കിലും ഹീ ഷോഡ് എന്താ പറയാ വെരി കമ്പോഷർ ഓൺ ദ ബോൾ ഉണ്ടാകുന്ന ഡിഫെൻസീവ് വർക്ക് കാണിച്ചു. കുറെ പേര് പറയുന്നു ദാറ്റ് ഹി മൈറ്റ് ഗോ ഓൺ ലോൺ അഗൈൻ. എസ് കെ ബ്രോ, യുവർ തോട്ട്സ്? ലോൺ ഓർ കീപ് ഹിം ഇൻ ദ ഫസ്റ്റ് സ്ക്വാഡ് ഫോർ ദിസ് സീസൺ? CSS കാസഡേ വാസ് റിയലി ഓസം. എനിക്ക് സത്യം പറഞ്ഞാൽ പുള്ളിക്കാരനെ ബ്രൈറ്റനെതിരെ ഒന്ന് കളിക്കണം കാണണം. ഐ വോണ്ട് ടു സീ ഹൗ ഹി പെർഫോംസ് ദെയർ. ആൻഡ് ദെൻ ക്യാൻ ഹി ബിക്കം എ ബാക്കപ്പ് ടു Nkunku? Can he become their understudy to that particular player? I want to see 4-2-3-1 with Mudryk, Nkunku, Jackson, and then Manuel Gabriel, with Cassidy coming in as substitution. Probably want to see him there. I want to see him at least in pre-season. And of course, Pochettino കൂടെ അത് വിലയിരുത്തിയിട്ട് ഒരു തീരുമാനം എടുക്കായിരിക്കുന്നു. പിന്നെ 2 കാര്യമുണ്ട്. ഒന്ന്, നമ്മൾ ചുമ്മാ ബാക്കപ്പ് വെച്ചിട്ട് കാര്യമില്ല. അവന് ഗെയിം ടൈം വേണം ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ വിച്ച് ഇസ് ബെറ്റർ ഫോർ ഹിം, സ്റ്റേയിങ് അറ്റ് ചെൽസി ഓർ ഗെറ്റിംഗ് എ ഗെയിം ടൈം സംവെയർ എൽസ് എന്നുള്ളതായിരിക്കും ഏറ്റവും വലിയ ചോദ്യം. ആൻഡ് ഐ തിങ്ക് 1 season ലോൺ വിൽ ഡു വണ്ടേഴ്സ് ഫോർ ഹിം. പ്രത്യേകിച്ച് പ്രീമിയർ ലീഗിൽ ഒരു 1 season ലോൺ വിൽ ബി ഗുഡ് ഫോർ ഹിസ് ഡെവലപ്മെന്റ്. സാന്റോസിന് ഐ തിങ്ക് വി ക്യാൻ സ്റ്റിൽ കീപ് അറൗണ്ട് ദ ഫസ്റ്റ് സ്ക്വാഡ്. സാന്റോസിന് റെഗുലർ ഗെയിം ടൈം കൊടുക്കാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. നമ്മൾ ഇപ്പൊ അറ്റാക്കിൽ വി ആർ കൈൻഡ് ഓഫ് ഇൻ എ ഗുഡ് ഷേപ്പ് റൈറ്റ് നൗ. ഈവൻ ദോ സ്റ്റേർലിംഗ് കച്ചറ കളിയാണെന്നുണ്ടെങ്കിലും വി സ്റ്റിൽ ഹാവ് സംബഡി ദേർ. ജാക്സൺ അടിപൊളിയായിരുന്നു. ജാക്സൺ വാസ് സർപ്രൈസിംഗ്ലി വെരി അടിപൊളിയായിരുന്നു. പറഞ്ഞ പിക്കിംഗ് അപ്പ് ദ ബോൾ ഫ്രം ഡ്രൈവിംഗ് റൺസ് ആയിരുന്നു. റിയലി ഗുഡ്. എനിക്ക് പുള്ളിക്കാരൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബോൾ കൺട്രോൾ ആണ്. ഹിസ് ലിങ്ക് അപ്പ് പ്ലേ ആൻഡ് ബോൾ കൺട്രോൾ. കാരണം ഒരു ബോൾ കൺട്രോൾ ഇല്ലാന്നുണ്ടെങ്കിൽ പ്രീമിയർ ലീഗിൽ ഒരു സ്ട്രൈക്കറിന് ഒരു ഫോർവേഡ് പ്ലെയറിന് സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഹി ഹാസ് എ ഗുഡ് ബോൾ കൺട്രോൾ. ഹി ഈസ് ഏബിൾ ടു റൺ അറ്റ് പേസ് ആൻഡ് കീപ് ദ ബോൾ അണ്ടർ കൺട്രോൾ.
That really impressed me. And that layoff towards Matteson, I mean, full pass, എന്ത് വെയിറ്റഡ് പാസുകളായിരുന്നു എല്ലാ പാസുകളും. നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ കണ്ണീരിങ്ങനെ ഒഴുകി വരികയായിരുന്നു. ഇപ്പൊ SK ബ്രോ പറഞ്ഞത് ഇയൻ മാറ്റ്സൺ 2 goals. അതും ആ സെക്കൻഡ് ഗോൾ ഒരു അടിപൊളി ഫിനിഷ്. ഐ തിങ്ക് ബോട്ടം കോർണർ പ്ലേസ് ഫിനിഷ്. ആൻഡ് ത്രൂ ഔട്ട് ദ ഗെയിം ഹി വാസ് ഗെറ്റിംഗ് ഫോർവേഡ്. ഹി വാസ് ലിങ്കിങ് അപ്പ് വെൽ വിത്ത് നിക്കലസ് ജാക്സൺ, ലിങ്കിങ് അപ്പ് വെൽ വിത്ത് അവർ വിംഗേഴ്സ്. ആര് പുള്ളിക്കാരനെ പിടിച്ച് ലെഫ്റ്റ് വിംഗറായിട്ട് കളിപ്പിക്കുന്നുള്ളത്. ഇറ്റ് വാസ് ആൻ ഇൻക്രെഡിബിൾ മൂവ്. ഇഷ്ടംപോലെ പോസിറ്റീവ്സ് ഉണ്ടായിരുന്നു ഫ്രം ദിസ് മാച്ച്. ഒറ്റ സെക്കൻഡ്, SK ബ്രോന്റെ വിളി വന്നു തോന്നുന്നു. ലൂട്ട്ഷാറിൽ ഗേറ്റ്രോയുടെ ഒരു കളി പോലും ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഐ എം നോട്ട് ഇൻ എ പൊസിഷൻ ടു. സീസൺ തുടങ്ങുമ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെ പറയണം, പിന്നല്ല ഈ അഭിപ്രായമൊക്കെ നേരെ മാറുന്നതാണ് കുറച്ചാലും കഴിഞ്ഞ്. ഇപ്പൊ ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. 5-0 കളി ജയിച്ചിട്ട് കുറച്ച് കാലമായി. അതിന്റെ ഒരു സന്തോഷത്തിലാണ്. പ്ലീസ് ലെറ്റ് us എൻജോയ്. അല്ല, അതങ്ങനെയാണ്. നമുക്കൊരു നല്ല കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പോഴേ നല്ല കാര്യം എന്ന് പറയാൻ പറ്റും. നമുക്കിപ്പോ സത്യം പറഞ്ഞാൽ ചെൽസി ഫാൻസ് ഹാഡ് നോ ക്ലൂ വാട്ട് ടു എക്സ്പെക്ട് ഫ്രം പോച്ചിറ്റിനോ. അറ്റ്ലീസ്റ്റ് എറിക് ടെൻ ഹാഗിന്റെ സീസൺ യുണൈറ്റഡ് കണ്ടു, ആർസണലിന്റെ കഴിഞ്ഞ സീസണിലെ പെർഫോമൻസ് കണ്ടു. എവറിബഡി നോസ്. ചെൽസിയുടെ കോച്ച് മാത്രമല്ല, ചെൽസിയുടെ പ്ലേയേഴ്സ് എല്ലാം പുതിയതാണ്. സോ വി ആർ ടോട്ടലി ക്ലൂലെസ് എന്താണ് നടക്കാൻ പോണെന്നുള്ളത്. അപ്പൊ അതിൽ നിന്ന് കാണുമ്പോഴത്തേക്കും നമ്മൾ എന്താ പറയുക, ഒരു ഇൻട്രസ്റ്റ് ഇസ് വാട്ട് വി ആർ ലുക്കിംഗ് അറ്റ്. റയൻ ചെർക്കിയുടെ പേര് പിന്നെയും വരുന്നുണ്ട് ഇപ്പോ. ഇതാണ് ഈ ഒരു കോൺക്രീറ്റ് റൂമേഴ്സ് പറഞ്ഞാൽ കറക്റ്റ് ആ ഒരു ഐ തിങ്ക് യു വെയിറ്റ് ഫോർ ഗുഡ് സോഴ്സസ് ലൈക്ക് ഫെബ്രീസിയോ ഓർ ഓൺസ്റ്റീൻ്റെ റിപ്പോർട്ട്. എന്നാൽ പെട്ടെന്ന് 1-2 ദിവസം നടക്കുന്നുള്ള ഒരു ഉറപ്പായി. പക്ഷെ കേസോട് അതാ ഒരു മാസമായിട്ട് ഫെബ്രീസിയോ ഒരേ ന്യൂസ് പിന്നെയും ഇടുന്നുണ്ട്, പിന്നെയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇന്നും സംസാരിച്ചു എന്നുള്ളത്. ഇപ്പോൾ ഫ്രസ്ട്രേറ്റിംഗ്. ആൻഡ് ഒബ്വിയസ്ലി ആ ഒരു നമ്പർ 10 ക്രിയേറ്റീവ് പൊസിഷനിൽ വി നീഡ് പീപ്പിൾ കമ്മിങ് ഇൻ. ബട്ട് വൺ പോസിറ്റീവ് ഫ്രം ദിസ് സീസൺ വാസ് ആഞ്ചലോ ഗബ്രിയൽ, പുതിയ പ്ലെയർ. വെരി വെരി സർപ്രൈസ്. ഐ ഹാഡ് സീറോ ഐഡിയ അബൌട്ട് ദിസ് പ്ലെയർ. പക്ഷെ ആളുടെ ഇന്നലത്തെ കളി കണ്ട്, എസ്പെഷ്യലി കട്ടിങ് ഇൻ ഫ്രം ദ റൈറ്റ്, ഐ തിങ്ക് ചിൽവെലിന് അസിസ്റ്റ് ഇട്ട് കൊടുത്തത് ആഞ്ചലോ ആണ് തോന്നുന്നു, ഇഫ് ഐ എം നോട്ട് റോങ്. ഗബ്രിയൽ ആ വെയിറ്റഡ് പാസ്, ഓഫ് അടിപൊളി പാസ്. ചെൽസിയിൽ അങ്ങനെ പാസ് കണ്ടു. നെക്സ്റ്റ് പ്രീ സീസൺ മാച്ച് മറ്റന്നാള് വെളുപ്പിനെ വെറും 4:30 മറ്റന്നാള് വെളുപ്പിനെ. ഓയോ, കോൾവിൽ DP സ്റ്റിൽ വിത്ത് ബ്രൈറ്റൺ ജേഴ്സി. മൂപ്പര് പാസ്വേഡ് മറന്നായിരിക്കും വിചാരിച്ച് നമുക്ക് സമാധാനിക്കാം. കോൾവിലും കൂടെ പോയാൽ വി ആർ ഇൻ എ ബിറ്റ് ഓഫ് ട്രബിൾ. കാരണം ഇത്രയും പ്ലെയർമാരിനെ ഒറ്റയടിക്ക് ഇറക്കിയ അവസാനം however many players we sign, എല്ലാവരും ഒന്ന് സ്ക്വാഡിൽ സെറ്റിൽ ആക്കാൻ വിൽ ടേക്ക് ടൈം ഫോർ ഷുവർ. എൻസോ ഡീൽ വാസ് ഫ്രസ്ട്രേറ്റിംഗ്. യെസ്, അന്ന് രാത്രി ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ആവുന്ന വരെ ട്വിറ്റർ റിഫ്രഷ് ചെയ്തുകൊണ്ടിരുന്ന ന്യൂസ് വന്നോ എന്നുള്ളത്. സെൽ കുക്കുറെല്ല റിപ്ലേസ് വിത്ത് മാറ്റ്സൺ. SK ബ്രോ, യുവർ തോട്ട്സ്? സെൽ കുക്കുറയ അല്ലെ കുക്കുറയ പോണ്ടേ, നമുക്ക് കാശും കിട്ടണ്ടേ. I would say keep Kukureya, keep Maddison, give Maddison more chances. I think Pochettino is doing a couple of things. On the players in the confidence Pochettino develop ചെയ്യാൻ നോക്കുകയാണ്. And players also are trying to impress Pochettino. So there is a two-way communication that's going on. ഇപ്പൊ പ്രണയിക്കുന്ന രണ്ടുപേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇംപ്രസ് ചെയ്യുന്ന പോലെയാണ് പോച്ചിറ്റിനോ ഇപ്പൊ പ്ലേയേഴ്സും. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ആര് കൂടുതൽ ഇംപ്രസ് ചെയ്യുന്നു? ഡെഫിനറ്റ്ലി യെസ്. കോൾവിലിന് സത്യം പറഞ്ഞ കോൾവിലിനെ പോച്ചിറ്റിനോനെ അറിയില്ല, പോച്ചിറ്റിനോ കോൾവിലിനും അറിയില്ല. അപ്പൊ രണ്ടുപേരും കൂടെ ഒന്ന് ലിങ്കപ്പ് ചെയ്ത് വാട്ട് ഈസ് ഹിസ് വിഷൻ, എങ്ങനെയാണ് റെഗുലർലി ഗെയിം ടൈം കിട്ടുക എന്നുള്ളത് കോൾവിലിന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ, ഡസ് പോച്ചിറ്റിനോ ഹാവ് കോൾവിൽ ഇൻ ഹിസ് പ്ലാൻസ് എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഷുഡ് ബി മോർ ദാൻ എനഫ്. ആൻഡ് കോൾവിലിന് വിൽക്കാൻ വരാണെങ്കിൽ ഐ തിങ്ക് കോഹ്ലി ഇപ്പൊ മറ്റേ ആ ഒരു വേൾഡ് കപ്പിന് ശേഷം ഇപ്പോഴും റെസ്റ്റിലാണെന്നാണ് എന്റെ വിശ്വാസം. ഐ ഡോണ്ട് തിങ്ക് ഹി ഹാസ് ലിങ്ക്ഡ് അപ്പ്. നോക്കട്ടെ ഇന്നലത്തെ സ്ക്വാഡില്. നേരത്തെ ഒരു എല്ലാം പെട്ടെന്ന് ഒഫീഷ്യൽ വരുമ്പോൾ ഇപ്പൊ അതുപോലെ അല്ലല്ലോ. Absolutely. ഒരു ന്യൂ ഓണർഷിപ്പ് വരുമ്പോൾ we have to be smart, we have to be really careful in doing it. ചുമ്മാ ഒരു കാശ് വരുമ്പോഴത്തേക്കും നമ്മൾ പോയി മേടിക്കുക എന്നുള്ളതല്ല. We need to negotiate, we need to try and understand what is better, what is best. So that's exactly how it is. If
Colville is forcing a move out. Akash Hepara പറഞ്ഞ പോലെ ഇല്ല, he's not എന്താ പറയണേ, ഫോഴ്സിങ് എ മൂവ് ഔട്ട്. പുള്ളിക്കാരന് ഒരു കോൺഫിഡൻസ് വേണം ദാറ്റ് പോച്ചറ്റിനോ വിൽ യൂസ് ഹിം എന്നുള്ളത്. കാരണം ബ്രൈറ്റണിൽ ഇപ്പൊ പുള്ളിക്കാരൻ ഒരു സ്റ്റാർ അല്ലേ, അതുകൊണ്ട് പുള്ളിക്കാരൻ ഒരു താല്പര്യം, അതേ ഉള്ളൂ. ഇനി ബ്രൈറ്റൺ എങ്ങാനും മേടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 മില്യൺ എടുത്തോ. വി ഡോണ്ട് വാണ്ട് എന്താ പറയണേ, വി ഡോണ്ട് വാണ്ട് ദിസ് ഗൈ. ആരെ കേസിനൊന്നും വേണ്ട. കോൾവിൽ, അതെ, കോൾവിൽ യു എസിലേക്ക് പോയി. ഒപ്പീനിയൻ വാഹി, അയിൽ വാഹി, ഈ മയിൽ വാഹനം എന്നൊക്കെ പറയുന്ന പോലെ അയിൽ വാഹി എന്തിനാണ് നമ്മൾ ലിങ്ക് അപ്പ് ചെയ്യുന്നത്? എനിക്കറിയില്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. നൗ ഐ എം നോട്ട് അണ്ടർസ്റ്റാൻഡിങ് സം ഓഫ് ദീസ് ലിങ്ക് അപ്സ്. ദിസ് ഇസ് വൺ പ്ലെയർ. മറ്റേ CFC സെൻട്രൽ കുറേ കാലം മുന്നേ ഒരു ക്ലിപ്പ് പോസ്റ്റ് ചെയ്തിട്ട് ചെക്ക് ദിസ് പ്ലെയർ ഔട്ട് ആ സീന് പറഞ്ഞിരുന്നതാണ്. പക്ഷെ ആളുടെ എന്തൊക്കെയോ പേഴ്സണൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്, കുറച്ച് ഇൻഡിസിപ്ലിൻ ന്യൂസ് ഒക്കെ ഉണ്ടായെന്ന് തോന്നുന്നു വിത്ത് ഹിസ് ഓൾഡ് ടീംസ്. പക്ഷെ അറ്റ്ലീസ്റ്റ് പ്രൊഫൈൽ വൈസ് അടിപൊളി പ്ലെയർ ആണ്. ഹി ഡ്രോപ്സ് ഡീപ്, ഹി ക്യാൻ, മറ്റൊരു ജാക്സനെ പോലെ ഹി ക്യാൻ പിക്ക് ദ ബോൾ അപ്പ്, ക്രിയേറ്റ് സംതിങ് ഫോർ ഹിസ് ഓൺ. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ നല്ലൊരു ഓപ്ഷൻ ആണ്. ബട്ട് അഗൈൻ 30-40 മില്യന് വി മൈറ്റ് ഗെറ്റ് ദിസ് പ്ലെയർ. ബട്ട് അഗൈൻ ഒരു കോൺക്രീറ്റ് ലിങ്ക് ഇതുവരെ വന്നിട്ടില്ല. നോ ടയർ 1 സോഴ്സസ് ഹാവ് റിപ്പോർട്ടഡ്. എൻസിസോ ഒരു ഗുഡ് ഓപ്ഷൻ പറയുന്നത്. ഐ തിങ്ക് എൻസിസോന്റെ കാള ബ്രൈറ്റൺ സ്ക്വാഡ് ഒരു പ്ലെയറിനെ വാങ്ങുകയാണെങ്കിൽ ഗോ ഫോർ എവൻ ഫെർഗ്യൂസൺ. അടിപൊളി പ്ലെയറാ. ഐ തിങ്ക് ഹി ഹാസ് എ ഹ്യൂജ് ഫ്യൂച്ചർ ആസ് സ്ട്രൈക്കർ. കുക്കുറല്ല അറ്റാക്കിംഗ് ഇൻപുട്ട് ഇസ് ഓൾമോസ്റ്റ് സീറോ. ഐ തിങ്ക് ഈവൻ ബ്രൈറ്റണിലും ആളുടെ സ്റ്റാറ്റ്സും പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഹി വാസ് നെവർ എൻ അറ്റാക്കിംഗ് ഫുൾ ബാക്ക്. ആളിനെ യൂസ് ചെയ്തിരുന്നത് പ്രൈമർലി ബിൽഡിംഗ് അപ്പ് ഫ്രം ദ ബാക്ക് ആയിരുന്നു. ഹി വുഡ് മൂവ് ദ ബോൾ ടു പീപ്പിൾ ലൈക്ക് പാസ്കൽ ഗ്രോസ് ഓർ ആഡം ലലാന, ആൻഡ് ദെൻ ഹിസ് ബെസ്റ്റ് മാച്ചസ് വേർ അറ്റ് LCB. ആ ഒരു പൊസിഷൻ ആയിരുന്നു നമ്മൾ വിലയിരുത്തിയത്. കമ്പാരിസൺ വിത്ത് ചിൽവെൽ അറ്റാക്കിംഗ് ഇൻപുട്ട് ഇല്ല, ഇല്ലെങ്കിൽ മാർക്കസ് അലോൺസോനെ പോലെ ബോക്സിൽ എത്തുന്നില്ല എന്നായിരുന്നു. ഹി വാസ് നെവർ ദാറ്റ് കൈൻഡ് ഓഫ് പ്ലെയർ. ബട്ട് അഗൈൻ ഐ ഡോണ്ട് തിങ്ക് പോച്ചറ്റീനോയുടെ സിസ്റ്റത്തിൽ അങ്ങനത്തെ ഒരു പ്ലെയറിന്റെ ആവശ്യമില്ല. സോ ഐ എം നോട്ട് ഷുവർ ഇഫ് ഹി ഫിറ്റ്സ് ഇൻ ഓൾസോ. SK Bro, your thoughts? Chouamini വരില്ല. I don't think there will be any sale done. Simple as that. So there's no point in discussing that. But having said that, കിട്ടിയാൽ absolutely good option. Why not? ആണ്. ഇപ്പോൾ കുറച്ച് സം സോഴ്സസ് ഹാഡ് കോട്ടഡ് ദാറ്റ് ഇപ്പോൾ കേസഡോ നടന്നില്ലെങ്കിൽ വി വിൽ ഗോ ഇൻ ഫോർ ചോമിനി എന്നായിരുന്നു. പിന്നെ ഇപ്പോൾ റിയൽ മാഡ്രിഡിൽ സ്പെഷ്യലി ഇത്രയും മിഡ്ഫീൽഡേഴ്സ് ഉള്ളതുകൊണ്ട് ദേ ട്രൈങ് ടു ഓഫ് ലോഡ് എ ഫ്യൂ. ആൻഡ് അതിലിപ്പോൾ കുറച്ച് ഔട്ട് ഓഫ് ഫേവർ ഉള്ളത് ചോമിനിയാണ്. കിട്ടുകയാണെങ്കിൽ സന്തോഷമുള്ളൂ. റിയലി റിയലി ഗുഡ് പ്ലെയർ. ഹോൾഡിംഗ് മിഡ്ഫീൽഡിംഗ് കളിക്കാനുള്ള ക്വാളിറ്റി ഉണ്ട്. ഫാബ്രിഗാസ് ഹൈപ്പ് ചെയ്തൊരു പ്ലെയർ ആണ്. ആൻഡ് ഐ ട്രസ്റ്റ് ഫാബ്രിഗാസ് ജഡ്ജ്മെന്റ്സ്. ഇനി ഒരു നമ്പർ 6 വന്നില്ലെങ്കിൽ എന്തായി സീസൺ അവസ്ഥ? 6 സീസണായി വിതൗട്ട് എ പ്രോപ്പർ നമ്പർ 6. ആൻഡ് അതിൻ്റെ ഗുണം നമ്മുടെ സ്ക്വാഡിൽ വൃത്തി കാണാനുണ്ട്. ഇനിയും വി ഷുഡ് നോട്ട് ബി ഡിലേയിങ് ദിസ്. വി ഹാവ് ടു ഗെറ്റ് എ സ്പെഷ്യലിസ്റ്റ് നമ്പർ 6. ഒരു ഡിഫൻസീവ് പ്രസൻസ് വന്നാലേ ശരിയാവുള്ളൂ. അതിപ്പോൾ ഇറ്റ് ക്യാൻ ബി ആൻഡ്രെ സാന്റോസ്, വെദർ ഹി ക്യാൻ ബി ദാറ്റ് പ്ലെയർ. പക്ഷെ സാന്റോസ് ഞാൻ കണ്ടിടത്തോളം ഹി സ്റ്റിൽ സമ്മൺ ഹു ക്യാൻ ബ്രേക്ക് ഫോർവേഡ്. കുറച്ചും കൂടി അറ്റാക്കിംഗ് ഇന്റന്റ് ഉള്ള ഒരു പ്ലെയർ ആണ്. വി നീഡ് സമ്മൺ ഹു ഗിവ്സ് us ദാറ്റ് ഡിഫൻസീവ് ബാലൻസ്. ചോമിനി ആയിട്ട് എല്ലാവരും ലിങ്ക്സ് ഉണ്ടല്ലോ. ആർസനൽ, ലിവർപൂൾ ലിങ്ക് ഉണ്ടാക്കാൻ എളുപ്പമല്ല. ഒരു ട്വീറ്റ് ഇട്ടാ പോരാ പറഞ്ഞിട്ട്. SK Bro, I think, has got another call. Let him come back. People saying about attacking outlet from wing backs. Ashley Cole, I think best season നിങ്ങൾ ഒരു സ്കോളറി സീസൺ കണ്ടിട്ടുണ്ടെങ്കിൽ ഐ തിങ്ക് ആ ഒരു സീസണാണ് ആക്ച്വലി മാനേജേഴ്സ് ഗേവ് ഹിം ദ ലൈസൻസ് ടു അറ്റാക്ക്. ആൻഡ് അന്ന് ഹി ഹാഡ് കൺസിഡറബിൾ ഔട്ട്പുട്ട് ഓൾസോ. സ്കോളറി സീസണും അടുത്ത സീസൺ ആൻസലോട്ടി വന്നപ്പോൾ ആഷ്ലി കോളിനെ ശരിക്കും വി ഡിഡ് അൺലോക്ക്. അയാളുടെ എല്ലാ അറ്റാക്കിംഗ് ക്വാളിറ്റീസ് നമ്മൾ കണ്ടതാണ്. ഐ തിങ്ക് ഈവൻ ഹിസ് ലാസ്റ്റ് സീസൺ വിത്ത് ആർസനൽ ഹി വാസ് റിയലി റിയലി ഗുഡ്. ഇൻവിൻസിബിൾ സീസണും. ബട്ട് അതാണ് ഐ തിങ്ക് ആ ഒരു ക്വാളിറ്റി പ്ലേയേഴ്സ് വി ഡോണ്ട് ഹാവ് എനിമോർ. ചിൽവെൽ ഹാസ് അറ്റാക്കിംഗ് ഔട്ട്പുട്ട്. അലോൺസോ 2 അറ്റായിരുന്നു. ഡിഫൻസീവ് ഹി വാസ് പ്രിറ്റി ബാഡ്, ബട്ട് അറ്റാക്കിംഗ് ഐ തിങ്ക് ഹി വാസ് ഓൾമോസ്റ്റ് ആസ് ഗുഡ് ആസ് എ സ്ട്രൈക്കർ. വെൻ കൈസഡോസ് കോൺട്രാക്ട് ആൻഡ് ഐ തിങ്ക് കഴിഞ്ഞ സീസൺ ഹി സൈൻഡ് എൻ എക്സ്റ്റൻഷൻ എന്നാണ് എൻ്റെ ഓർമ്മ. ആ ഒരു ആർസനലായിട്ടുള്ള നെഗോസിയേഷൻ ഒക്കെ വന്ന ടൈമിൽ. ചോമിനി ഡ്രീം ചെയ്യേണ്ട, കിട്ടില്ല. ഓൺലി പ്രോപ്പർ നമ്പർ 6. യെസ്. ആൻഡ് ഇയാളെ ചോമിനിനെ കളിപ്പിച്ചില്ലല്ലോ സിറ്റിനായിട്ട്. ഐ തിങ്ക് അന്ന് അവർ മിഡ്ഫീൽഡ് കളിപ്പിച്ചത് വാസ് ക്രൂസ്, മോഡ്രിച്ച് ആൻഡ് വാൽവേർഡെ, ഇഫ് ഐ എം നോട്ട് റോങ്. ആൻഡ് അത്യാവശ്യം പണി കിട്ടിയ മാച്ചിൽ വിതൗട്ട് ഹാവിങ് എ ഡിഫൻസീവ് മിഡ്ഫീൽഡർ. മെഡ്രിഡിന് ബുദ്ധി ഉണ്ടെങ്കിൽ ഇതേ വോണ്ട് സെല്ലും. പക്ഷേ ഐ എം ഹോപ്പിംഗ് കൈസഡോ നടന്നില്ലെങ്കിൽ ഈസ് ഡെഫിനറ്റ്ലി റിയലി ക്ലാസ് പ്ലെയർ. ബ്രൈറ്റൺ ക്യാൻ സെൽ മെക്കാലിസ്റ്റർ ഫോർ 35 മില്യൺ. 35-നാണോ വിറ്റത്? കുറച്ചുകൂടെ ഒരു 40-45 എന്നാണ് എൻ്റെ ഓർമ്മ. ഇതേ ആൻസലോട്ടി സീസണിൽ തന്നെയാണ്. 2009-10 ആഷ്ലി കോൾ വാസ്
ഇൻ സൂപ്പർ ഫോം. ഇഷ്ടം പോലെ ഐ തിങ്ക് 2-3 ഗോൾ അടിച്ചിരുന്നു. ലാംപാർഡ് 2-3 അസിസ്റ്റ് ഇട്ട് ഓർമ്മയുണ്ട്. അപ്പോൾ ഓൾ ടുഗെദർ അറ്റാക്കിംഗ് ക്വാളിറ്റി ഉള്ളൊരു പ്ലെയർ ആയിരുന്നു. ബട്ട് ഈ മൊറീനോയുടെ അടിയിൽ ഹി വാസ് നെവർ ആസ്ക്ഡ് ടു പ്ലേ ദാറ്റ് റോൾ. ഇഫ് വി ഡോണ്ട് ഗോ ഫോർ കൈസഡോ, ഗോ ഫോർ അംറബാറ്റ് ഫോർ ഷുവർ. ഫിയോറന്റീനയിൽ ഒരു പൊസിഷൻ ബേസ് സിസ്റ്റമിൽ കളിക്കുന്ന പ്ലെയർ ആണ്. മൊറോക്കോ പോയാൽ ഹീസ് ഏബിൾ ടു പ്ലേ ഇൻ എ ഡിഫെൻസീവ് സിസ്റ്റം. ഓൾ റൗണ്ട് ഗെയിം അടിപൊളിയാണ്. ആൻഡ് ഹീസ് എ സ്മാർട്ട് ഡീൽ. ചെറിയ പൈസക്ക് ഐ തിങ്ക് ഒരു 35-40 million വി കൻ ഡെഫിനറ്റ്ലി ഗെറ്റ് ഹിം. മൊറേറെ ലോണിൽ വിടണം എന്നൊക്കെ ഒരു ന്യൂസ് കാണുന്നുണ്ട്. മൊറേറ ലോണിൽ എന്നാലും പോകും. ഐ തിങ്ക് ഡിയോഗോ മൊറേറ എന്നാലും ലോണിൽ തന്നെ പോകും. കാരണം വി ഓൾറെഡി ഹാവ് നോണി മാഡോക്കെ. ഇനിയിപ്പോ ഗബ്രിയലിന്റെ കളി കണ്ടിട്ട് എങ്ങനെയാണ് പോച്ചറ്റിനെ ഇംപ്രസ്ഡ് ആവണേ എന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണേ, വി മൈറ്റ് പറയുന്ന പോലെ വി ഡോണ്ട് നീഡ് വൺ മോർ വിങ്ങർ ദർ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റയൻ ചെർക്കിയുടെ മേലുള്ള ഇൻട്രസ്റ്റും ചിലപ്പോൾ കുറയാനായിട്ടൊരു ചാൻസ് ഉണ്ട്. കാരണം വി ഓൾറെഡി ഹാവ് ഗബ്രിയൽ ആൻഡ് പ്രോബബ്ലി ഹി ഹാസ് ദ സെയിം ടാലന്റ് ആൻഡ് സ്കിൽ സെറ്റ്. സോ ദെൻ വൈ ഡു വി നീഡ് സംബഡി ലൈക്ക് എ ചെർക്കി എന്നുള്ളൊരു തോട്ട് പ്രോസസ്സും വരും. അപ്പോ ആൻഡ് ഐ തിങ്ക് ദിസ് പ്രീസീസൺ ബ്രൈറ്റൺ വിൽ ബി വെരി ഇൻട്രസ്റ്റിംഗ്. കാരണം ബ്രൈറ്റൺ ഇസ് എ ലിറ്റിൽ ബിറ്റ് മോർ കോമ്പറ്റേറ്റീവ് ടീം. ഇപ്പൊ നമ്മൾ വ്രെക്സമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ലിറ്റിൽ ബിറ്റ് മോർ കോമ്പറ്റേറ്റീവ് ടീം. അവരും ഈ പറയുന്ന ഒരു പ്രീ സീസൺ. സോ ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ഗെയിം, ഇറ്റ്സ് ഹൗ ഡു യു ഹാൻഡിൽ ദോസ് പ്രഷർ, ഹൗ ഡു യു മൂവ്. അതിനനുസരിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വരാൻ പോകുന്ന കളിക്ക് വേണ്ടിയായിട്ട്. സുബിമെൻഡിയുടെ പേര് കേൾക്കുന്നുണ്ട്. ഇതാണ് മറ്റേ എസ് കെ ബ്രോ പറഞ്ഞ കറക്റ്റ് തന്നെയാണ്. ഐ തിങ്ക് 70 million ഓഫർ ചെയ്തിട്ടും ആൾക്കാർക്ക് തരാൻ വയ്യാന്നാണെങ്കിൽ ദർ ആർ സോ മെനി അതർ ഓപ്ഷൻസ് ആ ഒരു സിമിലർ പൊസിഷനിൽ. ഒരു 35-40-50 million വെച്ച് തപ്പാൻ ഇറങ്ങിയാൽ ശരിക്കും വി ക്യാൻ ഫൈൻഡ് എ റിയലി ഗുഡ് ക്വാളിറ്റി നമ്പർ 6. ഇപ്പോൾ കൈസോഡനെ കിട്ടിയില്ലെങ്കിൽ വലിയ നഷ്ടമൊന്നുമില്ല. വി ക്യാൻ ഫൈൻഡ് അതർ പ്ലേയേഴ്സ് ഫോർ ഷുവർ. അവന് റിലീസ് ക്ലോസ് ഉണ്ടായിരുന്നല്ലോ. അവൻ ബുദ്ധിപൂർവ്വം സൈൻ ചെയ്ത് അവൻ റിലീസ് ക്ലോസ് അവന് മനസ്സിലായി. മറ്റേ ഇട്ടിരുന്ന് കഴിഞ്ഞാൽ അവന് ഒരു 70-80 million പറഞ്ഞ് പിടിച്ചിട്ട് അവന് വേറെ എവിടെ പോകാൻ പറ്റില്ല എന്നുള്ളത്. അവൻ റിലീസ് ക്ലോസ് എടുത്ത് അവൻ മുങ്ങി. കൈസറോ അത് ചെയ്തില്ല. ആബ്സല്യൂട്ട്ലി യെസ്. പിന്നെ മുവാനി, റാൻഡൽ കോൾ, മുവാനി. അങ്ങനെയാണെങ്കിൽ ലെവൻഡോസ്കി നല്ല പ്ലെയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഹാരി കെയ്ൻ നല്ല പ്ലെയർ ആണ്. പ്ലെയേഴ്സ് ഒക്കെ നല്ലതാണ്. പ്ലെയേഴ്സ് ആരും മോശമൊന്നും അല്ല. എനിക്ക് തോന്നുന്നത് എന്ത് തന്നെയാ അറിയാം, നമ്മൾ ഈ നിക്കോളസ് ജാക്സനെ 35 million സൈൻ ചെയ്താണ് തെറ്റ്. നമ്മളൊരു 100 million സൈൻ ചെയ്യണമായിരുന്നു. അപ്പൊ ആൾക്കാർ കുറച്ചും കൂടെ വിലയിരുത്തിയാണ്. നമ്മള് നിക്കോളസ് ജാക്സൺ 21 വയസ്സ്, അമാൻഡോ ബ്രോഷ 20, 22, 21 വയസ്സ്, അങ്ങനെയുള്ള സ്ട്രൈക്കേഴ്സ് ഉള്ളപ്പോൾ ഇനി സ്ട്രൈക്ക് സൈൻ ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മളൊരു 26, 27 വയസ്സുള്ള സ്ട്രൈക്കറിനെ വേണം സൈൻ ചെയ്യാൻ. ഇനി വീണ്ടും ഒരു 22, 23 വയസ്സുള്ള സ്ട്രൈക്കറിനെ പോയി സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള സ്ട്രൈക്കേഴ്സിനെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സാഹചര്യം കിട്ടൂല. ഈ വരുന്ന സ്ട്രൈക്കർ 2-3 കൊല്ലം കഴിഞ്ഞിട്ട് പോകാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവില്ല. അന്ന് പെർഫോം ചെയ്യുകയാണെങ്കിൽ പോകേണ്ട കാര്യമൊന്നുമില്ല. സോ അബ്സല്യൂട്ട്ലി എന്താ പറയണേ, വിൽ ഹാവ് ടു, ഇഫ് യു ആർ സൈനിങ് വി ഷുഡ് സംബഡി സം 27-28 years old. അങ്ങനത്തെയുള്ള സ്ട്രൈക്കേഴ്സ് ഇപ്പോൾ മാർക്കറ്റിൽ ഇല്ലതാണ്. അപ്പോൾ നമ്മൾ ചുമ്മാ പിടിച്ചൊരു ഒക്കെ മുവാനി അടിപൊളി പ്ലെയർ ആണ്, വിക്ടർ ഓസിമൻ പൊളി പ്ലെയർ ആണ്, എല്ലാം പൊളി പ്ലെയേഴ്സ് ആണ്. പക്ഷെ വി ഓൾസോ ഹാവ് ടു മാനേജ് ബ്രോയ ആൻഡ് ജാക്സന്റെ ഡെവലപ്മെന്റിനെ അത് ബാധിക്കും എന്നുള്ളത്. ഐ മീൻ വി ആർ സോ ഫണ്ണി. നമ്മൾ പറയും ബ്രൈറ്റനെ കണ്ടുപിടിക്കുക, അവര് പ്ലേയേഴ്സിനെ ഡെവലപ്പ് ചെയ്യുന്നു. നമ്മൾ അതുപോലെ 2 നല്ല പ്ലേയേഴ്സിനെ മേടിച്ചിട്ട് ഡെവലപ്പ് ചെയ്യാൻ സാഹചര്യം കൂടെ കൊടുക്കാണ്ട് നമ്മൾ പറയണം അതിന് പകരം വേറെ പ്ലേയേഴ്സിനെ സൈൻ ചെയ്യും. ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കുക. ഒന്നില്ലെങ്കിൽ പറയാ സൈൻ ബെസ്റ്റ് പ്ലേയേഴ്സ്, അല്ലാന്നുണ്ടെങ്കിൽ പറയാ ഓൺലി സൈൻ ക്വാളിറ്റി പ്ലേയേഴ്സ്. അങ്ങുമില്ല ഇങ്ങുമില്ല എന്നുള്ളൊരു സിറ്റുവേഷനിൽ നിൽക്കരുത്. ആൻഡ് ഐ തിങ്ക് ചെൽസി ബോർഡ് ഇസ് റൈറ്റ് നൗ വി ആർ സൈനിങ് യങ് പ്ലേയേഴ്സ്, വി ആർ ട്രൈങ് ടു ഡെവലപ്പ് ദം. ആൻഡ് ഒന്നില്ലെങ്കിൽ അവർ ഫസ്റ്റ് ടീമിൽ കളിക്കും, ഇല്ലെങ്കിൽ നമ്മൾ ഭാവിയിൽ അവർ വിൽക്കും. ദാറ്റ്സ് വാട്ട് ഐ തിങ്ക് ദ പ്ലാൻ ഇസ്. എനിക്ക് ഈ ഒരു പോയിന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഷബീബ് പറഞ്ഞത്. എനിക്ക് കൈസറോന്റെ ഡീലിൽ വേറെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ he might become an expensive number 6 and that will put him under pressure. ബാദേശിൽ വന്നിട്ട് കളിച്ചു നോക്കി വളരെ എന്താ പറയുക കൂളായിട്ട് ഇരുന്ന് പ്രഷർ ഹാൻഡിൽ ചെയ്യണ പോലെ. സോ we need somebody that not spending a lot of money. കൈസറോ വന്നാൽ കൊള്ളാം, ഇല്ലാന്നല്ല. ബട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ പാർട്ണർഷിപ്പ് 200 million പാർട്ണർഷിപ്പ് ആയിരിക്കും. ഒരു കളി ആദ്യത്തെ കളി ലിവർപൂളായിട്ട് തോറ്റു കഴിഞ്ഞാൽ തീർന്ന് നമ്മളെ കൊല വിളിച്ച് പിണ്ടം വെച്ച് ഇടും. അതോടെ തന്നെ 2 പ്ലേയേഴ്സിന് കോൺഫിഡൻസ് പോകും. അതാണ് ഏറ്റവും ഇഷ്യൂ. ഗീഡോ റോഡ്രിഗസിന്റെ പേര് കുറച്ചായി കേൾക്കുന്നുണ്ട്. എന്നിട്ട് കോച്ച് വിളിച്ച് പറഞ്ഞോ നിങ്ങളെ ഈ ഒരു സംഭവം? ഇതൊക്കെ എവിടെ നിന്നാണ് പൊക്കിക്കൊണ്ടുവരുന്നത്? പറയാൻ പറ്റില്ല, ചിലപ്പോ പറയാൻ പറ്റില്ല. പക്ഷെ ഐ തിങ്ക് ആ ഒരു അർജന്റീൻ കണക്ഷൻ ആവാനാണ് സാധ്യത. പക്ഷെ ഐ തിങ്ക് മൈക്കൽ എഡ്വേർഡ്സ് എന്ന് പറയുന്ന സ്പോർട്ടിംഗ് ഡയറക്ടർ
ക്ലോപ്പ് ചോദിച്ച പ്ലേയേഴ്സിനെല്ലാം മേടിച്ചു കൊടുത്തിരിക്കുന്നത്. മുഹമ്മദ് സാല വാസ് നോട്ട് ഹിസ് ചോയ്സ്. യൂർഗൻ ക്ലോപ്പിന്റെ ചോയ്സ് ആയിരുന്നില്ല. ഹി വാണ്ടഡ് വെർജിൽ വാൻ ഡൈക്ക്, ദേ ഗോട്ട് വെർജിൽ വാൻ ഡൈക്ക്. പക്ഷെ മുഹമ്മദ് സാല വാസ് നോട്ട് ഹിസ് ചോയ്സ്. റോഡ്രി വാസ് നോട്ട് പെപ്സ് ഫസ്റ്റ് ചോയ്സ്. സി, കോച്ചുകൾക്ക് പ്ലേയേഴ്സിന് താല്പര്യം ഉണ്ടാവും ബിക്കോസ് ഓഫ് ദെയർ കണക്ഷൻ, ബിക്കോസ് ഓഫ് ദെയർ nationality. That's a different thing. The role of a sporting director is to identify the position and convince the coach ee position ulla player can do the job that a Dybala is doing, alagi that somebody like a striker is doing. A coach ne convince, and coach also finds it okay, fine, this player is quality, then it comes to the coach and coach has to develop. Ella coach inde talent is not fantastic. Jose Mourinho sign Didier Drogba, sign him, pay the money, fine, aa kalamukku kazhinju. Now we have data backed up science to look at whether the player is good or not. അതുകൊണ്ട് പോച്ച് ഡിബാലനെ സൈൻ ചെയ്തു എന്ന് പറഞ്ഞ് നമ്മൾ ഡിബാലനെ സൈൻ ചെയ്യണമെന്നില്ല. ക്വസ്റ്റ്യൻ ഇസ്, പോച്ചിന് ആവശ്യമുള്ള പ്ലേയേഴ്സിനെ നമ്മൾ കൊടുക്കണ്ടോ ആ പൊസിഷനിൽ, ആൻഡ് ക്യാൻ പോച്ച് ഡെവലപ്പ് ദോസ് പ്ലേയേഴ്സ്? ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ. കാൽവിൻ ഫിലിപ്സ് ഫോർ 40 million, ബട്ട് വൈ എന്നതാണ്. ഐ തിങ്ക് സിറ്റിയിൽ ഹി കുഡൻ ബ്രേക്ക് ഇൻ ടു ദ സ്ക്വാഡ്. ഞാൻ പ്ലെയറിനെ കുറ്റം പറയില്ല, ലീഡ്സിൽ ഹി വാസ് റിയലി റിയലി ഗുഡ്. പക്ഷെ 40 million ഐ തിങ്ക് ഇതിലും കുറച്ചുകൂടി യങ് ആൻഡ് കുറച്ചുകൂടി പൊട്ടൻഷ്യൽ ഉള്ള പ്ലേയേഴ്സ്, എസ്പെഷ്യലി സമ്മൺ ലൈക്ക് മനു കോനെ ഓർ റൊമിയോ ലാവിയ, വി ക്യാൻ ഗെറ്റ് ഇൻ ടു ദ സ്ക്വാഡ്. പിന്നെ ഫിലിപ്സിന് ആ ഒരു ഡിഫെൻസീവ് പ്രസൻസ്, ഒരു ലോൺ 6 കളിക്കേണ്ട ആവശ്യം വന്ന, വെദർ ഹി ക്യാൻ പ്ലേ ദാറ്റ് റോൾ ഐ എം നോട്ട് ഷുവർ. കണ്ടറിയാം ഫോർ ഷുവർ. Calvin Phillips is a good option, but again, zero rumors about Calvin Phillips. നമ്മൾ കേട്ടിട്ടേ ഇല്ല. ഇതാണ് വേറെ എല്ലാവരും പറയുന്നുണ്ട്. ഈ മറ്റേ കൈസഡോ ഇസ് പ്രീമിയർ ലീഗ് പ്രൂവൻ, ലാവിയ ഇസ് പ്രീമിയർ ലീഗ് പ്രൂവൻ, കാൽവിൻ ഫിലിപ്സ് ഇസ് എ ഹാർഡ് കോർ പ്രീമിയർ ലീഗ് പ്രൂവൻ ആൻഡ് പ്ലേഡ് വിത്ത് മാർസലോ ബിയൽസ സിസ്റ്റം. ഇങ്ങനത്തെ ഒരു പ്ലെയർ ആണ് പെപ് ഗോർഡിയോളയുടെ ലെവലിലേക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലിരിക്കുന്നത്. ആൻഡ് പെപ്പ് വളരെ വ്യക്തമായി പറഞ്ഞു, ഹി ബിക്കേം ഓവർവെയ്റ്റ്, ഇഞ്ചോർഡായി, പിന്നെ ഞാൻ കളിപ്പിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു പ്ലെയർ ഹാസ് സ്ട്രഗിൾഡ് ടു ഗെറ്റ് ഇൻ ടു ദ ബ്രേക്ക് ഇൻ ടു ദ ഫസ്റ്റ് 11 ഓഫ് പെപ് ഗോർഡിയോളാസ് ടീം. So it's got nothing to do with, okay, Premier League proof is not everything. It is one of the option illa nu parayunnilla. ചിലപ്പോൾ നെക്സ്റ്റ് സീസൺ, ആ ഒരു സെക്കൻഡ് സീസൺ പെപ്പ് പോലെ മേബി ഹി മൈറ്റ് ഡെവലപ്പ്. ഈ പെപ്പിന്റെ ടീമിൽ ഒരു സീസൺ, രണ്ടാമത്തെ സീസണിലാണ് ആൾക്കാർ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ടാവുന്നത്. റോഡ്രിഗോ ഡെ പോൾ എവിടെ? ഉഡിനേസിയിലായിരുന്നു അതിനു മുന്നേ. ഐ തിങ്ക് ആ ടൈം മുതലേ കുറച്ച് ഹൈപ്പ് ഉണ്ടായിരുന്ന ഒരു പ്ലെയർ ആയിരുന്നു. ബട്ട് അഗൈൻ ഇപ്പൊ ഐ തിങ്ക് ഹീസ് അറൌണ്ട് 28 or 29 if I'm not wrong. വന്ന നോ കംപ്ലൈൻസ്. ഈസ് എ റിയലി റിയലി ഗുഡ് പ്ലെയർ. സംവൺ ഐ റിയലി എൻജോയ്ഡ് വാച്ചിങ് പ്ലെയർ. ഇപ്പൊ ആളുടെ കുറച്ച് നല്ല ഓപ്ഷൻ ഇപ്പൊ അമ്രാബാത്ത് ആണ്. ട്രൂ, എഗ്രി ടു ഇറ്റ്. ഐ തിങ്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കാതെ, പ്രത്യേകിച്ച് വേൾഡ് കപ്പിൽ അമ്രാബാത്ത് ഹാസ് ഷൈൻഡ് റിയലി വെൽ, സോ ഹി ക്യാൻ ബി ദാറ്റ്. See, always look, we need a partner for Enzo. We don't need a standalone number 6 alone player. We need a partner for Enzo. Who is that partner എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അല്ലാണ്ട് ഈ ഒരു പ്ലെയർ അടിപൊളി എന്നുള്ളതല്ല. Can he partner Enzo? And എൻസോന്റെ ബിൽഡപ്പിൽ എൻസോ ഗെറ്റ്സ് ഇൻവോൾവ്. സോ ആ സമയത്ത് നമുക്ക് ടെമ്പററി നമ്പർ 8 ആയിട്ട് കളിക്കാൻ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറിനെ പോകണം. അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്പർ 6 ആയിട്ട് കളിക്കാനുള്ള ഒരു പ്ലെയർ വേണം. അപ്പോൾ വി നീഡ് സംബഡി ലൈക്ക് ദാറ്റ്. അല്ലാണ്ടൊരു എന്താ പറയുക, ഒരു ലോൺ കുറെ നമ്പർ 6 പറഞ്ഞിട്ട് കാര്യമില്ല. കിമ്മിച്ചൊക്കെ വന്ന് ഞാൻ അവിടെ ബിരിയാണി വിളമ്പും ബാംഗ്ലൂരിൽ എല്ലാവർക്കും. ഇതൊക്കെ ഒരു നടക്കാത്ത സ്വപ്നമാണ്. നമ്മൾ വെറുതെ ആലോചിച്ചിട്ട് പോലും കാര്യമില്ല. All of this will never happen. Amrabat is fire for sure. ഇങ്ങനത്തെ ഓരോ സ്വപ്നങ്ങൾ കാണാന്നുള്ളൂ. Amrabat again, he wants to go to United എന്നൊക്കെ ഒരു ന്യൂസ് കണ്ടിരുന്നു. Casemiro is not getting any younger, so they definitely have place for a number 6 ആ സ്ക്വാഡിൽ. ഗോഹി റൂമേഴ്സ് ഒക്കെ വന്നിരുന്നു. എസ്കേ ബ്രോ, ഞാൻ എവിടെയും വായിച്ചിട്ടില്ല. കിമ്മിച്ചിനെ കിട്ടുമോ? ഫിഫയിൽ കിട്ടും, വേറെ എവിടെയും നടക്കാത്ത സ്വപ്നമാണ്. But again, world class player. പ്രൊഫൈൽ ആവശ്യമില്ല. We already have Enzo Fernandez. ടീം ഇംബാലൻസ് ആയി പോകും. ശരിക്കതാണ് ഒരു പേഴ്സണൽ ഇതാണ്. ഐ വുഡ് നെവർ സേ നോ ടു ജോഷുവ കിമിച്ച്. വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്ലേയേഴ്സ് എന്ന് പറയുന്നത്. Chelsea have some sense they stop negotiating Caicedo and go for Amrabat. നമുക്കിങ്ങനെ ഇരുന്ന് പറയാന്നുള്ളൂ. ഒപ്പീനിയൻ അബൌട്ട് സ്റ്റെർലിംഗ്സ് ഫോം. നമ്മുടെ ചെൽസിക്കാരൻ ഗ്രൂപ്പിൽ ശ്യാം ബ്രോ എന്നൊരാളുണ്ട്, സ്റ്റെർലിംഗിനെ സൈൻ ചെയ്ത് ഉടനെ
വൺ നെഗറ്റീവ് ആയിരുന്നു മൂപ്പര്. അപ്പൊ എല്ലാവരും ആലോചിച്ചത് വൈ ഈസ് ഹി ബീങ് സോ നെഗറ്റീവ്. ആൾ പറഞ്ഞു ഹീസ് നോട്ട് ദ സ്റ്റേർലിംഗ് ദാറ്റ് യു സോ അണ്ടർ പെപ്പ് ഫസ്റ്റ് കുറച്ച് കാലം ലിവർപൂൾ ആ സ്റ്റേർലിംഗ് അല്ല, ഹി ഹാസ് റിഗ്രസ്ഡ് എന്നുള്ളതായിരുന്നു. സോ ഐ തിങ്ക് ബട്ട് ഹി ഹാസ് ബീൻ പ്രൂവൻ റൈറ്റ് വിത്ത് ടൈം. പ്ലീസ് ടോക്ക് ഇൻ ഇംഗ്ലീഷ്. ഇതൊരു മാറ്റമായി പോയല്ലോ. പൊതുവെ മലയാളം പറഞ്ഞ പ്രണവ് ബ്രോ, വി ഡു സ്ട്രീംസ് ഇൻ ഇംഗ്ലീഷ് ആസ് വെൽ, ബട്ട് ദിസ് ഈസ് പ്രൈമർലി ഫോർ അവർ Mallu speaking audience. Please do tune in for one of our English streams. Generally, when we talk in English, നമുക്ക് കിട്ടുന്ന feedback is English medium, മലയാളത്തിൽ സംസാരിക്കും. So this is a very welcome change. Thank you. വെറാറ്റി ലിവർപൂൾ ആയിട്ട് റൂമർ ഉണ്ടല്ലോ എന്നോ? ഞാൻ കണ്ടിട്ടില്ല. ഐ തിങ്ക് വി ഹാവ് എ ഫ്യൂ ലിവർപൂൾ ഫാൻസ് ഇൻ ദ സ്ട്രീം ആസ് വെൽ. അല്ലേ, ഇതൊരു ഞാൻ വാലിഡ് റൂമർ പറയട്ടെ, ആണെങ്കിൽ ഞാനിപ്പോ സ്ട്രീം ചെയ്യുമ്പോ ഞാൻ കേൾക്കുന്ന ഒരു കേസാണ്. അതായത് ആരോ എവിടെന്നോ എന്തെങ്കിലുമൊക്കെ ഒരു ട്വീറ്റ് ഇടും, ആ ട്വീറ്റ് എടുത്ത് ചുക്കാൻ പിടിച്ച് നമ്മളിങ്ങനെ ഓടി നടക്കുകയാണ്. ദാറ്റ് ഇസ് ദ റിയാലിറ്റി. അല്ലാണ്ട് ഇതിന്റെ ഒരുപാട് പേരിന്റെ പുറകില് ഒരു സത്വമില്ല. അതായത് ഏതായിരുന്നു നമ്മുടെ കേസ്? ഡിബാലയുടെ റിലീസ് ക്ലോസ് 12 മില്യൺ ആണ്. പുള്ളിക്കാരൻ അർജന്റീനിയൻ ആണ്. 2019 പോച്ചറ്റിനോ ഡിബാലേനെ കുറിച്ച് പോസിറ്റീവായിട്ട് പറഞ്ഞു. പിന്നെ തുടങ്ങി ട്വിറ്റർ. അതായത് കല്യാണ പ്രായമുള്ള ഒരു പെണ്ണും ഒരു ചെക്കനും എന്താ പറയാ, മറ്റേ ടൗണിൽ നിന്ന് സംസാരിക്കുന്നത് പെണ്ണിന്റെ അമ്മാവന്റെ അളിയൻ കണ്ടു. ആ കണ്ട വിവരം വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവര് പ്രണയത്തിലായി എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. അവര് ചുമ്മാ കണ്ടു, സംസാരിച്ചു. അന്തവും ബന്ധമില്ലാത്തൊരു ന്യൂസ് ആണ്. അപ്പൊ അതുപോലെ തന്നെ ലിവർപൂളിന് ഇപ്പൊ സത്യം പറഞ്ഞ ഒരു നമ്പർ 6ന്റെ ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാ നമ്പർ 6കളെയും പിടിച്ചിട്ട് ലിവർപൂളായിട്ട് ലിങ്ക് ഇടുക. അപ്പൊ അതുകൊണ്ട് ഡസന്റ് മേക്ക്, ഐ മീൻ ഇവനല്ലേ ഡിക്കൂറന്റെ അനാലിസിസ് ഞാൻ ഫുട്ബോളേഴ്സ് ലൈഫിൽ നാളത്തേക്ക് വേണ്ടി അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഈ ഒലെ വാട്കിൻസ്, ഐ തിങ്ക് ടിഫോ ഫുട്ബോൾ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. പക്ഷെ പുള്ളിക്കാരൻ ഇപ്പൊ ഇഞ്ചോർഡായി, ഈസ് ഇഞ്ചോർഡ് ആൻഡ് ഔട്ട് ഫോർ ഫ്യൂ മന്ത്സ്. പക്ഷെ നമുക്കിപ്പോ അവിടെ ഓൾറെഡി ലുക്സ് ലൈക്ക് ഗബ്രിയൽ, ഐ മീൻ പ്രോബബ്ലി ഗബ്രിയൽ ഇസ് ലൈക്ക് എ പ്ലെയർ ദയർ എന്നുള്ള രീതിയിൽ. വാട്കിൻസിന്റെ ഇതാണ്, ഈ പേസിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പ്ലെയർ ആണ്. പിന്നെ ഓൾറൗണ്ട് ഗെയിം, അഗൈൻ 15 ഗോൾ ഉണ്ട് പ്രീമിയർ ലീഗ് കഴിഞ്ഞ സീസൺ. കുറ്റം പറയുന്നല്ല, ഈസ് റിയലി ഗുഡ് പ്ലെയർ. പക്ഷെ വെദർ നമുക്കൊരു സ്റ്റെപ്പ് അപ്പ് ആണോ ഓൺ അവർ കറന്റ് സ്ട്രൈക്കിംഗ് ഓപ്ഷൻസ്, ഐ എം നോട്ട് ഷുവർ. ആ ഒരു പൈസ ചെലവാക്കുകയാണെങ്കിൽ വി കൻ പ്രോബ്ലി ഗെറ്റ് സംവൺ ബെറ്റർ. ഇപ്പൊ ഐവൻ ടോണി കുറച്ച് അബ്ദുൾ ബാരി സ്പാം ചെയ്ത് കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയ്യൂ കേട്ടോ, അതുകൊണ്ട് സ്പാം ചെയ്യല്ലേ. പക്ഷെ ആളൊരു ഹസാർഡ് ഫാൻ ആണ്. അപ്പോ ആയിക്കോട്ടെ, സ്പാം ചെയ്യരുത്. ഐ തിങ്ക് വാട്കിൻസ് തന്നെ ആ ഒരു പൈസക്ക് ഐ തിങ്ക് കുറച്ച് ഓവർ സ്പെൻഡ് ചെയ്താൽ ഇഫ് യു വർ ടു ഗെറ്റ് ഐവൻ ടോണി, എസ്പെഷ്യലി വിത്ത് ഐവൻ ടോണീസ് ഓൾറൗണ്ട് ഗെയിം, ഡെഫിനറ്റ്ലി എ സ്റ്റെപ്പ് അപ്പ്. അങ്ങനത്തെ ഡീൽസ് ആണെങ്കിൽ കംപ്ലീറ്റ്ലി ഓൺ ബോർഡ്. പക്ഷെ ഒരു 30-40 മില്യൺ റിസ്ക് എടുത്ത് പിന്നെയും ഒരു പ്ലെയർ ഗെയിം ടൈമും കിട്ടാണ്ട് വെറുതെ ബെഞ്ചിലിരിക്കുന്നേക്കാളും നല്ലത് go for someone established, go for someone who our other players can learn from. ഇപ്പൊ ജാക്സനും ബ്രോഹയ്ക്കും പഠിക്കാൻ പറ്റുന്ന പോലത്തെ ഏതെങ്കിലും ഒരു നല്ല പ്ലെയർ വരാണെങ്കിൽ ഐ തിങ്ക് വുഡ് ബി ദ ബെസ്റ്റ്. വൺ ഫുട്ബോൾ റൂമേഴ്സ് ആർ ദ വേസ്റ്റ്. യെസ്, നോ ഡിബേറ്റ്, സമ്മതിച്ചിരിക്കുന്നു. Pochettino is holding back Enzo, Colville and Mudryk due to fitness. He is giving them less training to do. നല്ല തീരുമാനം. ഇല്ലേ അവരുടെ ഹാംസ്ട്രിങ് കയറി സീസൺ തുടക്കം കളിക്കാനുള്ളതൊരവസ്ഥ വേണ്ട. ലിവർപൂൾ കാസ്റ്റഡോറേസ് എൻറ്റർ ചെയ്യുമോ? We will not get Osimhen, Haaland, so why not Watkins? Then Watkins വന്ന വിഷ്ണു, do you think he improves our squad to the level? As in ഒരു worth investment ആണോ എന്നുള്ളതാണ്. ഞാൻ ഇന്നൊരു ഗ്രൂപ്പിൽ ചർച്ച ചെയ്തിട്ടേ ഉള്ളൂ. ഐ തിങ്ക് നമുക്കിപ്പോ നോണി മാഡുവൊക്കെ ഉണ്ട്. വൈ ആർ വി സ്പീക്കിംഗ് അബൌട്ട് വാട്കിൻസ്? മാഡുവൊക്കെ പിന്നെ ഒരു ഇൻസൈഡ് ഫോർവേഡ് ആയി. ഐ തിങ്ക് വാട്കിൻസ് വിൽ ബി യുവർ നമ്പർ 9 റോൾ, ഒരു സ്ട്രൈക്കിംഗ് ഓപ്ഷൻ ആയിട്ടായിരിക്കും. ഓലെ വാട്കിൻസ്, ഓ ഷക്സ്, ഐ തോട്ട് അബൌട്ട് ഒലീസെ. ക്രിസ്റ്റൽ പാലസ് മറ്റേ മുടിയൻ. ഐ മീൻ നോ, വാട്കിൻസ് ഡെഫിനറ്റ്ലി നോട്ട്. 15 ഗോൾ ഉണ്ട്. 15 ഗോൾ ഉണ്ട് കഴിഞ്ഞ സീസൺ. പക്ഷെ ഒരു എമറി വന്ന ശേഷം ഐ തിങ്ക് ഹി വാസ് ഇൻ ഫയർ. പക്ഷെ then he has overperformed his XG, I think, as far as I remember. പിന്നെ ഒരു കൺസിഡറബിൾ ഇംപ്രൂവ്മെന്റ് ആണോ ഓവർ ബ്രോഹ ആൻഡ് ജാക്സൺ? ഐ ഡോണ്ട് തിങ്ക് സോ ഫോർ ദ മണി. ലക്കാക്ക എല്ലാം പഠിപ്പിക്കും. ലക്കാക്ക എന്നൊരാളെ ഇല്ല എന്നങ്ങോട്ട് ഉറപ്പിക്കുക. സൗദി എവിടെയോ പോട്ടെ. ഹി ഈസ് നോ ലോങ്ങർ എ പാർട്ട് ഓഫ് ചെൽസി. ഒലി വാട്കിൻസിന്റെ ഒരു കാര്യം പറയണം കേട്ടോ, ഹി ഹാസ് സ്കോർഡ് കൺസിസ്റ്റന്റ്ലി 10+ ഗോൾസ് ഇൻ ആസ്റ്റൺ വില്ല. 14, 11, 15 കഴിഞ്ഞ സീസണിൽ. ആൻഡ് XG പെർഫോമൻസ് ആയിരുന്നു.
ബ്രെൻഫോർഡിലാണ് പുള്ളിക്കാരൻ 25 ഗോൾ അടിച്ചത്. സോ ഐ മീൻ പീപ്പിൾ സ്പീക്കിംഗ് അബൌട്ട് വാട്കിൻസ്, യു മേക്ക് സെൻസ്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ പോരാത്തിന് 27 വയസ്സുമുണ്ട്, ക്ലോസ് ടു ഈ ലൈറ്റ് വെയിറ്റ് ആണ്, വെരി ലൈറ്റ് ഓൺ ഹിസ് ഫീറ്റ്. സോ ഇപ്പൊ ഞാൻ ഈ സ്റ്റാറ്റ്സ് എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് എനിത്തിങ് റോങ്, ബട്ട് ഹീസ് നോട്ട് എ വെരി പ്രൊലിഫിക് ഗോൾ സ്കോറർ. അതാണ് എന്റെ ഒരു ഇഷ്യൂ. ഹീസ് നോട്ട് എ ഹൈ ലെവൽ ഗോൾ സ്കോറർ. ഒരു 80% അബവ് ഒക്കെ ഗോൾ സ്കോർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു വ്യക്തിയല്ല, അതേ ഉള്ളൂ. പിന്നെ പാസിംഗ് ലിങ്ക് പ്ലേ ഒക്കെ പൊതുവെ കുറവും മോശമാണ്. അപ്പൊ അതുകൊണ്ട് ഐ മീൻ ഇറ്റ്സ് എ ഗുഡ് റെക്കമെൻഡേഷൻ ബട്ട് നോട്ട് എ ഗ്രേറ്റ് അഡീഷൻ. കുറച്ച് കൂടുതൽ പൈസ ചെലവാക്കിയാലും ഇഫ് യു വേർ ടു ഗെറ്റ് വിൽസൺ അല്ല, സോറി ആ കമന്റ് കൊണ്ട് വായിച്ചു പോയതാ. ഇഫ് യു വേർ ടു ഗെറ്റ് ടോണി, ഐ തിങ്ക് ബെസ്റ്റ് ഓപ്ഷൻ. വിൽസന് ചെറിയ പൈസ കിട്ടില്ല. ഐ തിങ്ക് ന്യൂകാസിൽ ഇസ് ട്രൈങ് ടു ബിൽഡ് എ പ്രോപ്പർ ചാമ്പ്യൻസ് ലീഗ് സ്ക്വാഡ്. അപ്പോൾ ദേ വിൽ ഡെഫിനറ്റ്ലി വോണ്ട് ഡെപ്ത്. ഇപ്പോൾ വിക്കലുണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ബ്രോ ട്രാൻസ്ഫർ വിൻഡോ അടുത്ത മാസം സെപ്റ്റംബർ എൻഡാകുമ്പോൾ തീരും. നമ്പർ 9 ആണെങ്കിൽ ഫെർഗ്യൂസൺ ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. കുറച്ചേരം മുന്നേ പറഞ്ഞതുള്ളൂ, പക്ഷെ ബ്രൈറ്റനായിട്ട് ഇപ്പൊ സംസാരിക്കാൻ പോയാൽ ആരെ തൊട്ടാലും 100 മില്യൺ എന്നുള്ള അവസ്ഥയാണ്. സോ നോട്ട് ഷുവർ. ഇയാളുടെ പുറകെ പോയാലും വി പ്രോബ്ലി മൈറ്റ് ബി ആസ്ക്ഡ് ടു. ഡു വി ഗെറ്റ് സമൺ ലൈക്ക് ഡിയോഗോ കോസ്റ്റ? ആ ഒരു കാലിബർ ഉള്ള സ്ട്രൈക്കർമാർ ഐ തിങ്ക് ആർ വെരി ഫ്യൂ ആൻഡ് ഫാർ ബിറ്റ്വീൻ. Those are rare breed. Those are rare breed who can hold up, who can bully, who can score. Those are rare breed. And ഇന്നത്തെ സ്ട്രൈക്കേഴ്സ് അങ്ങനെ വരുന്ന സ്ട്രൈക്കേഴ്സ് അല്ല. ലെവൻഡോസ്കി, ബെൻസിമ, ഈവൻ ഹാരി കെയ്ൻ are not that kind of physically tough and rough type ഉള്ള സ്ട്രൈക്കേഴ്സ് അല്ല. അപ്പോ ഇന്ന് ഡിയോഗോ കോസ്റ്റനെ പോലെ ഒരു സ്ട്രൈക്കർ വന്നിട്ടും കാര്യമില്ല. വി നീഡ് സംബഡി ഹു ക്യാൻ പ്ലേ ലൈക്ക് എ കെയ്ൻ ഓർ എ ബെൻസിമ, ഹു ക്യാൻ ലിങ്ക് അപ്പ്, ഡ്രോപ്പ് ഡൗൺ, അങ്ങനത്തെ തരത്തിലുള്ള ഒരു പ്ലെയർ ആണ് വേണ്ടത്. And why do we speak about strikers? നമുക്ക് ജാക്സൺ ആൻഡ് ബ്രോയെ ഉണ്ട്, that's enough. ബെറാർഡി അറിയാം, മറ്റേ സെസ്വോലോ മറ്റേ റൈറ്റ് വിങ് കളിക്കുന്ന ബെറാർഡി ആണോ? വി ഓൾറെഡി ഹാവ് ഇറ്റാലിയൻ ബെറാർഡി. നമ്മുടെ കയ്യിൽ മെഡുവയ്ക്ക് ഉണ്ട്, പ്ലസ് ഇപ്പോ ഇന്ന് വന്നവൻ ആഞ്ചലോ ഗബ്രിയൽ. ഐ തിങ്ക് ഒരു തേർഡ് റൈറ്റ് വിംഗറിന് എന്തെങ്കിലും പൈസ ഇതാക്കി വാങ്ങാൻ സാധ്യത കുറവാ. മാറസ് ഗോൺ, യെസ്. സൗദി ലീഗിലോട്ട്. സൗദി ലീഗാണോ അല്ല ലീഗിലാണോ പോയത്? ഐ തിങ്ക് എങ്ങോട്ടോ. ഈവൻ ടോണി ഈസ് ബാൻഡ്, യെസ്. പക്ഷെ 2-3 മാസം കഴിഞ്ഞ് ഹി ഷുഡ് ബി ബാക്ക് ആൻഡ് ഡെഫിനറ്റ്ലി റിയലി റിയലി ഗുഡ് സ്ട്രൈക്കർ. ലൗട്ടാറോ മാർട്ടിനസ് ആണെങ്കിൽ ഹി വുഡ് ഹാവ് റിയലി റിയലി ഫിറ്റ് പോച്ചറ്റിനോസ് ഡിമാൻഡ്സ്. പക്ഷെ അഗൈൻ ഇന്റർ മിലാനായിട്ട് നമ്മുടെ അത്ര നല്ലൊരു റിലേഷൻഷിപ്പ് അല്ലാതെ തോന്നുന്നു ആഫ്റ്റർ ദ ലുക്കാക്കു സീൻസ്. അപ്പോൾ വെദർ വിൽ ഗെറ്റ് ഹിം ഫോർ എ സ്മാർട്ട് പ്രൈസ്, നോ നോസ്. നിക്കോളോ ബെറേൽ എൻ്റെ നടക്കാതെ പോയ സ്വപ്നമാണ്. ഐ തിങ്ക് എസ്കെ ബ്രോ ഓൾസോ ബീങ് ആൻ ഇറ്റലി ഫാൻ വിൽ വാല്യൂ ബെറേല. സോ ഐ തിങ്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്ലേയേഴ്സ് ഇപ്പോൾ കറന്റ് ഫുട്ബോളിൽ. പക്ഷെ ആള് ലിങ്ക് ആയിരുന്നു. ഐ തിങ്ക് ന്യൂകാസിൽ ഇടയ്ക്ക് ഒരു റൂമർ വന്നിരുന്നു, and then that also didn't work out for him. So കാസഡെ ഓർ ആൻഡ്രോ സാന്റോസ് അല്ല, കാസഡെ ആൻഡ് ആൻഡ്രേ സാന്റോസ് ആണ്. രണ്ടും ഡിഫറെന്റ് പ്രൊഫൈൽ പ്ലേയേഴ്സ് ആണ്. റിച്ചാർഡ്സൺ ബെസ്റ്റ് ആണ്, നമുക്കിപ്പോ മേടിക്കാൻ പറ്റിയ പ്ലെയർ. ഇതിലിപ്പോ ഈ ലിസ്റ്റ് ചെയ്ത 4 പേരിൽ എസ്കെ ബ്രോ, ഹൗ മെനി സ്ട്രൈക്കേഴ്സ് ഡു യു തിങ്ക് ഹാവ് ഒരു പ്രോപ്പർ ഓൾറൗണ്ട് ഗെയിം? ഐ തിങ്ക് ഹാലൻഡ് ഇപ്പൊ പഠിച്ചു വരുന്നുണ്ട് അണ്ടർ പെപ്പ്. Haaland is a poacher, Victor Osimhen is a poacher, Vlahovic is a poacher, probably a little bit less more poacher, can drop down, link up, maybe Nunes, but these are all poachers, typical pure box poachers, box physical finishers. I think season അവസാനമാകുമ്പോൾ he started showing some ഈ പ്ലേ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കെവിൻ ഡി ബ്രൂയിനായിട്ട്. പക്ഷേ he might develop into one that all-round striker, but as of now he is more of like a classic poacher. Alvarez again, I think he's happy at Man City. അത്യാവശ്യം ഗെയിം ടൈമും കിട്ടും അടുത്ത സീസൺ. Haaland is not going to play every game.
Jim, I think the answer is if there is a possibility, it will be Cassidy any day. Santos is most likely to stay back. ठीक है ബ്രോ, നിങ്ങളുടെ പരിപാടി ഇറങ്ങട്ടെ. എനിക്ക് ഒന്നൊരു ചെറിയ കോഴ്സ് തീർക്കാനുണ്ട്. അപ്പൊ അതിന്റെ അസൈൻമെന്റ് കുറച്ച് പെൻഡിങ് ആയിട്ടിരിക്കുക. ഡൺ ആയിക്കോട്ടെ. ഞാനും ഒരു 5 മിനിറ്റിൽ ഡ്രോപ്പ് ചെയ്യാം. ചലോ ഗൈസ്, താങ്ക്സ്, ടേക്ക് കെയർ, ബൈ. എന്റെ ഫേവറേറ്റ് പ്ലേയേഴ്സ് ചെൽസിയിൽ ഫ്ലോപ്പ് ഒരു ലിസ്റ്റ് എടുക്കുക. ഫ്രാങ്ക് ലാംപാർഡ്, ഗ്രേറ്റസ്റ്റ് പ്ലെയർ ഇൻ ചെൽസീസ് ഹിസ്റ്ററി. പിന്നെ ആരെ ഇപ്പോഴത്തെ സ്ക്വാഡിൽ നോക്കുകയാണെങ്കിൽ കോവച്ചിച്ച് വാസന്റ് എ ഫ്ലോപ്പ്, പ്ലെയർ ഓഫ് ദ സീസൺ ആയിരുന്നു. എന്നിട്ട് ഐ തിങ്ക് ഹിസ് ഫോം ഡ്രോപ്ഡ് ഓഫ്. റീസ് ജെയിംസ് ഓൺ ഫോം ഇസ് പ്രോബബ്ലി ആർ ബെസ്റ്റ് പ്ലെയർ. തിയാഗോ സിൽവയായി. കുലിബാലി ഫ്ലോപ്പായി, സമ്മതിച്ചില്ല. ഫ്ലോപ്പ് ഒന്നും പറയാനായിട്ടില്ല, നമ്മൾ ചാൻസ് കൊടുക്കാത്തതിന്റെ അവസ്ഥയാണ്. മൗണ്ട് ചതിയനായി പോയി. ശരി, എൻ്റെ എല്ലാ പ്ലെയർ ഫേവറേറ്റ്സും ഫ്ലോപ്പ് ഒന്നുമില്ല. യെസ്, കുലിബാലിനെ പറ്റി ഓർമ്മിപ്പിക്കില്ല. ഐ സ്റ്റിൽ തിങ്ക് ഹി കെയിം 2 years ലേറ്റ്. ഒരു സീസണും കൂടെ ചാൻസ് കൊടുത്തിരുന്നെങ്കിൽ ഹി മൈറ്റ് ഹാവ് വർക്ക്ഡ് ഫോർ us ഫോർ ഷുവർ. സെൻറ്റർ ബാക്ക് ആരെ വാങ്ങണമെന്നുള്ളത് ആദ്യം തീരുമാനിക്കുക. ഐ തിങ്ക് കോൽവിൽ, ചാലോബ, തിയാഗോ സിൽവ ആൻഡ് ബാഡിയഷീലെ 4 പേരായി. If you're playing a back four, these 4 people should be able to handle most games, and then youth setup എന്നായിരുന്നെങ്കിലും we can blood in. വാങ്ങുകയാണെങ്കിൽ ഐ തിങ്ക് ഒരു 80-100 മില്യൺ ആൾക്കാരെ വാങ്ങേണ്ട ആവശ്യമില്ല. സൗദി ലീഗ് ത്രെറ്റ് ഫോർ EPL ആൻഡ് ലാ ലീഗ്? ഐ ഡോണ്ട് തിങ്ക് സോ. ഐ തിങ്ക് ചൈനീസ് ലീഗ് ഇതേപോലെ ഒരു 3-4 സീസൺ മുന്നേ ഹൾക്ക് പോയിരുന്നു. യു ഹാഡ് പീപ്പിൾ ലൈക്ക് ഓസ്കാർ ഗോയിങ്, ഡെംബെലെ പോയി, മൾട്ടിപ്പിൾ പ്ലേയേഴ്സ് മൂവ് ടു ചൈന, ആൻഡ് ദെൻ ഐ തിങ്ക് ആ ഒരു ഇൻട്രസ്റ്റ് വന്നാലേ ആ ലീഗ് സസ്റ്റെയിൻ ആവുള്ളൂ. ഐ ഡോണ്ട് തിങ്ക് ഇപ്പൊ നമ്മൾ എത്ര പേര് സൗദിയിലേക്ക് കാണുന്നുണ്ട്? റൊണാൾഡോ ഫാൻസ് അല്ലാണ്ട് ഐ ഡോണ്ട് തിങ്ക് ടു മെനി പീപ്പിൾ പുട്ട് ഇൻ ദ എഫേർട്ട് ടു സിറ്റ് ആൻഡ് വാച്ച് ദ സൗദി ലീഗ്. ഇഫ് ഐ വാസ് ദ മാനേജർ റൈറ്റ് നൗ ഇൻ ചെൽസി, ഹു വുഡ് യു സൈൻ? ഭയങ്കര ബയസ്ഡ് ലിസ്റ്റ് ആയിരിക്കും. വുഡ് പ്രോബബ്ലി ബി സെർജിയോ, മറ്റേ മിലിങ്കോവിച്ച് ആൻഡ് സാവിച്ച് ഫോർ ഷുവർ. പിന്നെ ആരായിരിക്കും ആലോചിക്കണം. ഡിഫെൻസീവ് മിഡ്ഫീൽഡ് ഐ വുഡ് ബൈ ജോഷുവ കിമിച്ച്. അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് ഐദർ ഫ്ലോറിയൻ വേർഡ്സ് ഇല്ലെങ്കിൽ മിലിങ്കോവിച്ച് സാവിച്ച്. സ്ട്രൈക്കർ യു കെൻ പ്രോബബ്ലി ലുക്ക് അറ്റ് സമ്മൺ ലൈക്ക് ഐവൻ ടോണി, ഇല്ലെങ്കിൽ ബ്രൈറ്റൺ ലെവൻ ഫെർഗ്യൂസൺ. ഇത്രയും പോരെ. ഐ തിങ്ക് ദ റെസ്റ്റ് ഓഫ് അവർ സ്ക്വാഡ് ഇസ് സോർട്ടഡ്. അധികം സൈനിങ്സിന്റെ ആവശ്യമില്ല. അപ്പോൾ യെസ് മൈ ബ്രോ, യു ആർ റൈറ്റ്. കുലിബാലി കുഡ് ഹാവ് ബീൻ ഗിവൺ 1 more season. ഒന്ന് സെറ്റേ വന്നതായിരുന്നു. ഐ തിങ്ക് നമ്മുടെ സ്ക്വാഡ് കഴിഞ്ഞ സീസൺ മൊത്തത്തിൽ ആരെയും വിലയിരുത്താൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ബിക്കോസ് ദ സ്ക്വാഡ് ഇറ്റ് സെൽഫ് വാസ് ഷിറ്റ്. നമ്മുടെ ഒരു കളി പോലും വൃത്തിക്ക് വിലയിരുത്താൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. അപ്പൊ അതിൽ ഓരോ പ്ലേയേഴ്സിന്റെ ഇൻഡിവിജ്വൽ കുറ്റങ്ങൾ തപ്പിപ്പിടിക്കുന്ന ഐ ഫെൽറ്റ് വാസ് റോങ്. പ്ലീസ് ഷെയർ യുവർ എക്സ്പീരിയൻസസ് ഓൺ ട്രാവൽ ടു ലണ്ടൻ. ഇതിൽ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ പ്രോബ്ലി പോസ്റ്റ് ഇൻ ദ കമന്റ്സ്. ഐ ട്രൈ ആൻഡ് ആൻസർ. എൻ്റെ ഒരു ഡ്രീം ആയിരുന്നു സിൻസ് 20 years ബീങ് ഏബിൾ ടു വാച്ച് ചെൽസി പ്ലേ വാസ് ഔട്ട് ഓഫ് ദിസ് വേൾഡ്. ഞാനും എസ്കേ പ്രോ ഒരു വീഡിയോ പ്ലാൻ ചെയ്തായിരുന്നു about this, but yep, any questions about this I'm happy to answer. എന്തായാലും ഒരു റൈറ്റ് സെന്റർ ബാക്ക് ആവശ്യമാണ്. ഐ തിങ്ക് മൾട്ടിപ്പിൾ ടീംസ് ഹാവ് പ്ലേഡ് വിത്ത് 2 ലെഫ്റ്റ് ഫുട്ടഡ് സെന്റർ ബാക്സ്, റൈറ്റ്? ഇപ്പോൾ ടോട്ടൻഹാം ഒരു ടൈമിൽ ദേ ഹാഡ് വെർട്ടോങ്കൻ ആൻഡ് ഒരു ലെഫ്റ്റ് ഫുട്ടഡ് സെന്റർ ബാക്ക് കൂടെ ഉണ്ടാകുന്നു. എനിക്ക് പേര് കറക്റ്റ് ഓർമ്മ വരുന്നില്ല. സിറ്റിയിൽ ഐ തിങ്ക് ദേ പ്ലേഡ് വിത്ത് 2 ലെഫ്റ്റ് ഫുട്ടഡ് സെന്റർ ബാക്സ് അറ്റ് മൾട്ടിപ്പിൾ ടൈംസ്. നടക്കാവുന്നതുള്ളൂ. ഹെബർ ഇസ് മോർ പീസ്ഫുൾ പേഴ്സൺ ദാൻ SK ഫോർ ഷുവർ. ടിക്കറ്റ് കിട്ടിയത് വാസ് ഫ്രം എൻ്റെ ഒരു ഫ്രണ്ട്, ട്വിറ്റർ വഴി പരിചയപ്പെട്ട ഒരുത്തൻ വാസ് സീസൺ ടിക്കറ്റ് ഹോൾഡർ. അപ്പോൾ കുറേ പേർക്ക് തെറ്റ് പറ്റുന്നത് അവിടെ പോയി ടിക്കറ്റ് തപ്പുമ്പോൾ ആൾക്കാർ ഇരട്ടി വിലയ്ക്ക് 3 ഇരട്ടി വിലയ്ക്കൊക്കെ വിൽക്കുന്നുണ്ടാവുക. ദ ബെസ്റ്റ് വേ ടു ഗോ അബൌട്ട് ഇറ്റ് ഇസ് ഫൈൻഡ് സമ്മൺ ഓൺ ട്വിറ്റർ. ഇഷ്ടംപോലെ ടെലഗ്രാം ചാനൽസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ചിലവരെന്താ ചെയ്യുക പറഞ്ഞാൽ 10-20 ടിക്കറ്റ് വാങ്ങി വെക്കുക, and then they sell it, distribute it to other people. അപ്പോൾ ചെറിയ വിലയ്ക്ക് തന്നെ കിട്ടാവുന്നതുള്ളൂ. യു വിൽ ഗെറ്റ് ചെൽസി ഹോം ടിക്കറ്റ്സ് ഫോർ അറൌണ്ട് 5,000 to 6,000. എവേ ഗെയിംസ് ആണെങ്കിൽ ഒരു 30 പൗണ്ട്, അതായത് 3,000 റുപ്യ, 2,700 ആ റേഞ്ച് കിട്ടാവുന്നതുള്ളൂ. കെപ്പ മാറ്റണം ഫോർ ഷുവർ. ഐ തിങ്ക് കെപ്പയുടെ കുറ്റമല്ല, ഒരു പ്രീമിയർ ലീഗിൽ എസ്പെഷ്യലി ഇത്രയും ഫിസിക്കലായി ബോക്സ് കമാൻഡ് ചെയ്യുന്ന ഒരു ലീഗിൽ കെപ്പനെ കൊണ്ട് പറ്റുന്നില്ല. ഞാൻ ആളുടെ ഈസ് എ ഗുഡ് ഷോട്ട് സ്റ്റോപ്പർ, റിഫ്ലെക്സ് ഒക്കെ ഉള്ള പ്ലെയർ ആണ്, ബട്ട് ആളുടെ ഹൈറ്റ് തന്നെ ഐ തിങ്ക് ഈസ് എ മേജർ ഇംപെഡിമെന്റ്. ആൾക്ക് ഹി കാൺട്ട് കവർ ദ ബോക്സ്, ഹി കാൺട്ട് കവർ ഹിസ് എൻറ്റയർ പോസ്റ്റ്. വിച്ച് PL ക്ലബ് യു ഹേറ്റ് ദ മോസ്റ്റ്? നിങ്ങളുടെ പേര് തന്നെ ഉണ്ട് GGMU. ഞാൻ കണ്ടു തുടങ്ങിയത് 2004 ആ സീസൺ ഏകദേശമാണ്. അപ്പോൾ
I think 2 seasons Chelsea won back to back. And one I was super happy. ഇതാണ് but then അടുത്ത 3 സീസൺ അടുപ്പിച്ച് റൂണി ആൻഡ് റൊണാൾഡോ were on the form of their lives, and 3 സീസൺ അടുപ്പിച്ച് ചെൽസി were second or third and യുണൈറ്റഡ് ഫസ്റ്റ് കൊണ്ടുപോയി. അപ്പൊ അന്ന് ആ ടൈം മുതൽ ഐ ഹേറ്റ് യുണൈറ്റഡ്. ചാമ്പ്യൻസ് ലീഗ് 2008 നിങ്ങളെ തോറ്റതിന്റെ സങ്കടം ഉണ്ട്. ബട്ട് ഈ സീസൺ ആര് കൊണ്ടുപോകും? ഐ തിങ്ക് ഇറ്റ്സ് ബിറ്റ്വീൻ ലിവർപൂൾ ആൻഡ് സിറ്റി. സ്പാൻ നാഷണൽ ടീമിൽ ലൂയിസ് എൻട്രിക്കെ യൂസ് 2 LCBs ആണിപ്പോ. ഐ തിങ്ക് മോസ്റ്റ്ലി പെപ്പ് ഒരു 67 million ചെലവാക്കിയ തന്നെ വാസ് ടു ഗെറ്റ് ന്യൂ പാസിംഗ് ആംഗിൾസ്. ഇപ്പൊ ലെപ്പോർട്ടെ വന്ന ഉടനെ ആ ഒരു ടൈമിൽ ഐ തിങ്ക് ഓട്ടോമെന്റി വാസ് പ്ലേയിങ് ലെഫ്റ്റ് സെന്റർ ബാക്ക് ഇഫ് ഐ എം നോട്ട് റോങ്, ആൻഡ് സിറ്റി വാസ് സ്ട്രഗ്ലിംഗ്. ബിൽഡപ്പ് ചെയ്യാൻ കുറെ ബുദ്ധിമുട്ടിയിരുന്ന ടൈമായിരുന്നു. ലെപ്പോർട്ടെ വന്നപ്പോൾ തന്നെ ആളുടെ പാസിംഗ് അബിലിറ്റി, പാസിംഗ് ആംഗിൾസ് ദാറ്റ് എ ലെഫ്റ്റ് ഫുട്ടഡ് പ്ലെയർ ഗേവ് ഐ തിങ്ക് റിയലി ചേഞ്ച്ഡ് ഹൗ സിറ്റി പ്ലേഡ്. ചെൽസിക്ക് അങ്ങനത്തെ ഒരു ഡൈമെൻഷൻ വന്നത് വാസ് വിത്ത് ബഡേഷിലെ ആൻഡ് ഇപ്പൊ കോൾവിൽ അടുത്ത സീസൺ വരുമ്പോൾ വി വിൽ ഡെഫിനറ്റ്ലി ഹാവ് ദ സെയിം പാസിംഗ് ഡൈനാമിക്സ്. അപ്പോൾ ടു ലെഫ്റ്റ് ഫുട്ട് സെന്റർ ബാക്സ് അങ്ങനെ ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് എനി ഇഷ്യൂ വിത്ത് പ്ലേയിങ് 2 ലെഫ്റ്റ് ഫുട്ടഡ് സെന്റർ ബാക്സ്. അല്ല, ഞാൻ റിയലിസ്റ്റിക് ആയി പറയണം. അടുത്ത സീസൺ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ചെൽസി വിൽ വിൻ ദ ലീഗ്? ഒരു വൻ എന്താ പറയുക ഓവർ ഹോപ്പ്ഫുൾനെസ് ആണ്. ഒരിക്കലും ഐ തിങ്ക് ഇത്രയും മോശമായ ഒരു സീസൺ ഒരു പുതിയ മാനേജർ വന്ന ഉടനെ നമ്മൾ സെറ്റ് ആക്കണമെങ്കിൽ ഐദർ ആന്റോണിയോ കോണ്ടെനെ പോലെ റാഡിക്കലായിട്ട് എന്തേ ചെയ്യണം. ബാക്കി പ്ലെയർമാർക്ക് അതർ ടീംസ് വോണ്ട് ഈവൻ അണ്ടർസ്റ്റാൻഡ് ഹൗ വി ആർ അറ്റാക്കിംഗ്. ഐ തിങ്ക് വി ഹാഡ് ദാറ്റ് അഡ്വാൻറ്റേജ് ഇൻ 2017. മെഗ്വയർ നോ ചാൻസ്. ഐ തിങ്ക് മെഗ്വയർ at Leicester, Maguire first season at United and our 2018 World Cup, he was a really really good player. He's not that player anymore. കുറച്ച് സ്ലോ ഡൗൺ ആയതുകൊണ്ട് he's not able to recover proper. മൊത്തത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട്. ഐ ഡോണ്ട് തിങ്ക് എത്ര ചെറിയ പൈസ കിട്ടിയ പോലെ ഐ ഡോണ്ട് തിങ്ക് വി ഷുഡ് ടേക്ക് ദാറ്റ് റിസ്ക് വിത്ത് മെഗ്വയർ. ജോസെ ഹിമെനസ് അധികം ഐ തിങ്ക് ഒരു ഡിഫെൻസീവ് ഓൺലി സെറ്റപ്പിൽ കളിച്ചുകൊണ്ട് ഹൗ ഹി വിൽ യുറുഗോയിൽ ഐ തിങ്ക് അധികം ഓൺ ദ ബോൾ ക്വാളിറ്റി കാണിക്കാൻ ഒരു അവസരം ഞാൻ കണ്ടിട്ടില്ല ഹിമെനസ്. ബട്ട് ഡിഫെൻസീവ്ലി ഈസ് റിയലി റിയലി ഗുഡ്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് അത്ര പൈസ ചെലവാക്കി ഐ ഡോണ്ട് തിങ്ക് വി നീഡ് ടു ഗെറ്റ് ജോസെ ഹിമെനസ്. വിച്ച് കീപ്പർ വുഡ് ബി എ ഗുഡ് ഓപ്ഷൻ? ഇപ്പൊ നിങ്ങൾ റായയുടെ പേര് ഐ തിങ്ക് കുറച്ചു നേരം മുന്നേ കണ്ടിരുന്നു. ഹി ഹാസ് കൺസിഡേർഡ് മോർ ലോങ് റേഞ്ച് ഗോൾസ് ദാൻ കെപ്പ ആൻഡ് ഐ തിങ്ക് ഹൈറ്റും കുറവാണ് ദാൻ കെപ്പ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ വൈ മേക്ക് ദ സെയിം മിസ്റ്റേക്ക് ട്വൈസ്? കുറച്ചും കൂടെ ഒന്ന് സ്കൗട്ട് ചെയ്ത് വി ഷുഡ് പ്രോബ്ലി ഗെറ്റ് സം വൺ മോർ സൂട്ടഡ് ടു ദ പ്രീമിയർ ലീഗ്. ഞാൻ പറയുകയാണെങ്കിൽ മറ്റേ മൈക്ക് മൈഗ്നാൻ ഫ്രം മിലാൻ, ഇഫ് ഹീസ് അവൈലബിൾ എത്ര പൈസ ആണെങ്കിലും ഗോ ഫോർ ഹിം. Marquinhos was one of my favorite players. ആൾ PSG ഉള്ള ടൈമിൽ ഐ തിങ്ക് വെൻ തിയാഗോ സിൽവ വാസ് അറ്റ് PSG, ഞാൻ തിയാഗോനെ മാർക്യൂനിയോസും ചെൽസി കൊണ്ടുവരണം എന്നുള്ള മൈൻഡ് ആയിരുന്നു. ടുക്കൽ ഹാസ് ഈവൻ പ്ലേഡ് ഇൻ ഡിഫൻസീവ് മിഡ്ഫീൽഡ്, ഈസ് ഡൺ എ ഗ്രേറ്റ് ജോബ്. ഇപ്പോൾ നോ കംപ്ലൈൻറ്റ്സ് മാർക്യൂനിയോസ്. ബട്ട് ഇപ്പോൾ മാർക്യൂനിയോസിന്റെ വയസ്സ് എത്രയാണ് നോക്കട്ടെ? 30 വയസ്സിന്റെ അടുത്തായി എന്നാണ് എൻ്റെ ഓർമ്മ. മാർക്യൂനിയോസ് ഏജ് ഏതൊക്കെയോ മാർക്യൂനിയോസിന് വന്നിട്ടുണ്ട്. 1994. അപ്പോൾ 29 വയസ്സ്. ഇഫ് യു വാണ്ട് സമ്മൺ വിത്ത് എക്സ്പീരിയൻസ്, യെസ്. ഇന്ത്യൻ ഫുട്ബോൾ കോളേജിലുള്ളപ്പോൾ റെഗുലറായി കാണായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കുറേ കളിൽ ലൈവായി പോയിട്ടും കണ്ടിട്ടുണ്ട്. ആഫ്റ്റർ വർക്ക് ഹാസ് സ്റ്റാർട്ടഡ് ടൈം കിട്ടുന്നില്ല ടു ഫോളോ ബോത്ത് ചെൽസി ആൻഡ് കേരള ബ്ലാസ്റ്റേഴ്സ്. ബട്ട് ഈ സീസൺ കമ്മിങ് സീസൺസ് ഡെഫിനറ്റ്ലി ഒന്നുകൂടെ കണ്ടുപിടണം. ഇന്ത്യൻ നാഷണൽ ടീമിന്റെ കളികൾ ഇവിടെ ബാംഗ്ലൂർ പോയി കാണാൻ ടിക്കറ്റ്സ് ഉണ്ടായിരുന്നു. ബട്ട് വർക്ക് ഡിഡ്ന്റ് അലോ. ബട്ട് ഡെഫിനറ്റ്ലി വോണ്ട് ടു ഫോളോ മച്ച് മോർ ഓഫൻ. മെഗ്വയറിനെ നമ്മൾ കൊണ്ടുവന്നാൽ നമ്മൾ 10 പേര് എപ്പോൾ ഓ നല്ല മൈൻഡ് സെറ്റ്. പാവ മെഗ്വയർ. CB റൊമേറോ ആണോ? മറ്റേ ടോട്ടൻഹാംത്തെ റൊമേറോ ആണോ? ഐ തിങ്ക് ഹിൽ കോസ്റ്റ് എ ഫെയർ ബിറ്റ് ഓഫ് മണി ആൻഡ് ഐ തിങ്ക് ഫൊഫാനിയും തിരിച്ചു വരും ഇൻ സം ടൈം. വൈ വുഡ് വി പേ ദാറ്റ് എമൗണ്ട് ഓഫ് മണി ടു ബ്രിങ് ഇൻ എ പ്ലെയർ? പിന്നെ വെറുതെ ഒരു 5-6 CB ആൻഡ് നോട്ട് ബീങ് ഏബിൾ ടു ഗിവ് എനി വൺ പ്ലേ ടൈം ആ ഒരു അവസ്ഥയായിപ്പോവും. Villa, yes, has spent really smart this season. Diaby is a really good player. Pau Torres അടിപൊളി പ്ലെയർ ആണ്. Tielemans is a really really good player. പക്ഷേ ഐ തിങ്ക് ഇഫ് യു ലുക്ക് അറ്റ് അവരുടെ ഒരു വിന്നിംഗ് റണ്ണിൽ അഗൈൻ ഇഫ് യു ലുക്ക് അറ്റ് ദർ എക്സ്പെക്ടഡ് പോയിന്റ്സ്, ഇഫ് യു ലുക്ക് അറ്റ് എക്സ്പെക്ടഡ് ഗോൾസ്, അവർ കുറേ ഗെയിം വിച്ച് ദേ ഷുഡന്റ് ഹാവ് വൺ, ദേ ഹാവ് വൺ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ your CB option and number 6 if Caicedo don't come, number 6 definitely go for Romeo Lavia. അടിപൊളി പ്ലെയർ, ചെറിയ പൈസ കിട്ടും. റിയലി റിയലി ലൈക്ക് വാച്ചിങ് ഹിം പ്ലേ. ഓർ യു ഹാവ് ഓപ്ഷൻസ് ലൈക്ക് സോഫിയാൻ ആംറബാറ്റ്,
amazing player. Then you have നമ്മുടെ മനു കോഹ്ലി ഒരു നമ്പർ 6 അല്ല, ബട്ട് ഹീസ് കോച്ച് വിത്ത് മോർ ഡിഫെൻസീവ് ക്വാളിറ്റീസ്. ഇപ്പോൾ ഫ്രം ഡീപ് ബോൾ എടുത്ത് പ്രോഗ്രസ് ചെയ്യാൻ കഴിവുള്ള ഒരു പ്ലെയർ ആണ്. ഹീസ് എ റിയലി ഗുഡ് പാസർ ഓഫ് ദ ബോൾ. ഇപ്പം എല്ലാം കൂടെ നോക്കുമ്പോൾ ഐ തിങ്ക് ദർ ആർ മൾട്ടിപ്പിൾ നെയിംസ് വിച്ച് വി ക്യാൻ ഗെറ്റ്. കേസോട് 100 മില്യൺ കൊടുത്ത് വാങ്ങേണ്ട ഒരു ആവശ്യമില്ല. വേറെ ആരാ നോക്കുന്നത്? എമി മാർട്ടിനസ് ഇസ് വെൽ സെറ്റിൽഡ് അറ്റ് ആസ്റ്റൺ വില്ല. അവർ നല്ല പൈസ ചെലവാക്കിയ സ്ക്വാഡ് സെറ്റ് ആക്കുന്നുണ്ട്. ഇപ്പോൾ ഇഫ് യു ഹാവ് ടു ബ്രിങ് ഹിം ഹിയർ, അത്യാവശ്യം we will have to spend quite a bit of money. Inexperienced midfield for sure. If going into the season with just Andre Santos, Caicedo, Enzo, Gallagher, 4 പേരല്ലേ മിഡ്ഫീൽഡ് ഉള്ളൂ. പ്രോബബ്ലി എ മിസ്റ്റേക്ക്. പിന്നെ ചെറിയ പ്ലെയർമാർ ഉള്ളപ്പോൾ തന്നെ രണ്ട് മിസ്റ്റേക്ക് ആക്കിയാൽ നമ്മൾ എന്നിട്ടും തെറി വിളിക്കും, പയ്യന്മാരാണെങ്കിലും. വി പ്രോബ്ലി നീഡ് ടു ബ്രിങ് വൺ വെരി ഒരു എക്സ്പീരിയൻസ് നെയിം, ഒരു ഹൈ ക്വാളിറ്റി പേര് വന്ന. ആൻഡ് ഡസൻ ഹാവ് ടു ബി Caicedo. Can be any smart player. Won't go for another CB. Depends on Thiago Silva's fitness. Thiago Silvയ്ക്ക് ഒരു ഇപ്പൊ എസ്പെഷ്യലി നമുക്ക് അടുത്ത സീസൺ യൂറോപ്യൻ ഗെയിംസ് ഇല്ല. സോ വൺ ഗെയിം എ വീക്ക് Thiago Silva should be able to handle. And again ബഡിയശീല ഉണ്ട്, കോൾവിൽ ഉണ്ട്. സോ വി കൻ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് മാനേജബിൾ അൺലെസ് ഇവർ രണ്ടുപേർക്ക് ആർക്കെങ്കിലും ഒരു ഇഞ്ചുറി ആവുകയാണെങ്കിൽ, ഓർ ഒരു സർപ്രൈസ് ആയിട്ട് if Colville decides to leave, then we're probably in a bit of a struggle. We should sign Pavard. Pavard's pair, I think, is being very strongly linked with Man City. I think they want to bring in Pavard. Right back and center back and quality player. Yep. Pavard, I don't think is a realistic option. Livakovic ഞാൻ കളി റീസെന്റ് ആയി കണ്ടിട്ടില്ല. Again, I'm not sure if he has regressed. World Cup he was really good. വേൾഡ് കപ്പിൽ മറ്റേ മൊറോക്കോ ഗോൾ കീപ്പറിന് അത്യാവശ്യം ഹൈപ്പ് കിട്ടിയിരുന്നു ഫോർ ഷുവർ. ഡൺ. അപ്പോൾ വി ആർ ഓൾമോസ്റ്റ് അറ്റ് 1 hour. 1-2 അവസാനത്തെ ക്വസ്റ്റ്യൻസ് എടുത്ത് ഞാൻ മെല്ലെ പോയി എൻ്റെ ഫ്രൈഡേ നൈറ്റ് തുടങ്ങട്ടെ. ഹോൾ ഇസ് ദർ. യെസ്, അടിപൊളി പ്ലെയർ ആണ്. ഐ തിങ്ക് ഹി ഹാസ് എ ഹ്യൂജ് ഫ്യൂച്ചർ. I think Silva can only play 15 to 25 games. Also, Badiashile is injured. But again, realistically, I think Fofana would cover a lot of game time എന്നായിരുന്നു നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ. But now that he's gotten injured, going into the market at this point, ആരെ കൊണ്ടുവരുന്നുള്ളതാണ്. അപ്പോൾ I think you could probably look at, പക്ഷെ ഇപ്പോഴും നല്ല ഡിഫൻഡർമാർ ഓൺ ദ ബോൾ ക്വാളിറ്റി ഉള്ള പ്ലെയർ നോക്കുമ്പോൾ you would probably have to look at ബ്രൈറ്റണിൽ തന്നെ നോക്കണം. യു കൻ ഗെറ്റ് വെബ്സ്റ്റർ, ഇല്ലെങ്കിൽ ലൂയിസ് ഡങ്ക്. പക്ഷെ ഉണ്ടെങ്കിൽ ബ്രൈറ്റൺ ഇസ് നോട്ട് ഗോയിങ് ടു സെൽ ടു അസ്. വേറെ പ്ലെയർമാർ ഇഫ് യു ലുക്ക് അറ്റ് ന്യൂ കാസിൽ, യു ഹാവ് പ്ലെയേഴ്സ് ലൈക്ക് ബോട്ട്മൻ. ഷെയർ ഉണ്ട്, അത്യാവശ്യം നല്ല പ്ലെയർ ആണ്. ഇല്ലെങ്കിൽ യു ഹാവ് ടു ലുക്ക് അറ്റ് അതർ ലീഗ്സ്. പക്ഷെ ഇതാട്ടോ മറ്റേ ഒരു ചാമ്പ്യൻസ് ലീഗിൽ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ടാക്കിയതോടെ ഉപ്പമക്കാനോനെ എല്ലാവരും മെഗ്വയർ കാറ്റഗറിയിൽ ഇട്ടത്. ഉപ്പമക്കാനോ അണ്ടർ നാഗൽസ്മാൻ വാസ് പ്രോബ്ലി ദ ബെസ്റ്റ് ഡിഫൻഡർ ഇൻ ബുണ്ടസ്ലീഗ ദിസ് സീസൺ. വൻ ഫോമിലായിരുന്നു. ഈവൻ ഉപ്പമക്കാനും ഇയാള് നമ്മുടെ ലെഫ്റ്റ് ബാക്കിന്റെ പേര് അൽഫോൺസോ ഡേവിസ് ഉള്ളതുകൊണ്ടാണ് കുറെ കളികൾ ഇവര് രക്ഷപ്പെട്ടിരുന്നത്. ബിക്കോസ് നാഗൽസ്മാന്റെ ടാക്ടിക്സ് ഓബ്വിയസ്ലി 7-8 പേരാണ് അറ്റാക്ക് ചെയ്ത് പോകുന്നത്. ബട്ട് ദെൻ ഐ തിങ്ക് സിറ്റിക്കെതിരെ ചാമ്പ്യൻസ് ലീഗിൽ ഉപ്പമക്കാനോ മേഡ് സം വെരി സില്ലി മിസ്റ്റേക്സ്. ആൻഡ് ദെൻ ഇപ്പോൾ പീപ്പിൾ തിങ്ക് ഹീസ് മെഗ്വയർസ് കാറ്റഗറി. ഉപ്പമക്കാനോ വിൽ സർപ്രൈസ് പീപ്പിൾ. ഒരു അടിപൊളി പ്ലെയർ ആണ്. ഐ തിങ്ക് ഹി വിൽ ഗോ. Nicholas Sule, again, good player. Maguire size ഉണ്ടെങ്കിലും he is very good on the ball. Mancini of Roma, ഇവരെല്ലാവരും ഐ തിങ്ക് സീരിയൽ കാണുമ്പോൾ കുറ്റം പറയുന്നില്ല, ദേ ആർ ഗുഡ് പ്ലെയേഴ്സ്. പക്ഷെ വെദർ കമ്മിങ് ഇൻ വിൽ ഇംപ്രൂവ് ദ സ്ക്വാഡ്. നമ്മൾ കൊടുക്കുന്ന പൈസക്ക് ദേ ഷുഡ് ടേക്ക് അവർ മറ്റേ സ്ക്വാഡ് അപ്പ് ലെവൽ. ഇതാണ് ഉപ്പമക്കാനോ കൊനാട്ടെ ലീഗ്സിക്ക് തന്നെ ഞാൻ പറഞ്ഞു. ഐ തിങ്ക് വൺ മിസ്റ്റേക്ക് വി മേക്ക് ഇസ് ഒരു വൺ ബാഡ് ഗെയിം ഷുഡ് നെവർ ഡിഫൈൻ എ പ്ലെയർ. ഇപ്പൊ കഴിഞ്ഞ സീസണിന്റെ ബയേൺ വാസ് വൺ ഓഫ് ദ മോസ്റ്റ് ഫൺ ടീംസ് ടു വാച്ച്. അവർ അത്ര ഹൈ റിസ്ക് ഹൈ റിവാർഡ് പ്ലെയർ ആയിരുന്നു, മറ്റൊരു സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ ആയിരുന്നു. ആൻഡ് ടുക്കൽ വന്ന ഉടനെ ഐ തിങ്ക് ഉപ്പമക്കാനോ ടാക്ടിക്കലി മേഡ് സം മിസ്റ്റേക്സ്. ഇസ് ഡെഫിനറ്റ്ലി നോട്ട് എ ബാഡ് പ്ലെയർ. സൗത്താംപ്ടണിൽ മറ്റേ ബെല്ല കൊച്ചാപ്പ് എന്നൊരു പ്ലെയർ, ഐ തിങ്ക് ഒരു ജർമ്മൻ യൂത്ത് പ്ലെയർ. ആളിപ്പോഴും ഹി ഹാസൻ മൂവ് ഫ്രം സൗത്താംപ്ടൺ. ചെറിയ പൈസയെ കിട്ടും ചെയ്യും. ഐ തിങ്ക്
Rohit was asking for center back options, right? ഇപ്പോൾ സ്മാർട്ടായിട്ട് ഒരു മൂവ് നടക്കുകയാണെങ്കിൽ യു കുഡ് പ്രോബ്ലി ഗോ ടു സൗത്ത് ആംപ്ടൺ. സലീസുവിനെ കുറെ പേര് വാങ്ങാൻ നോക്കുന്നുണ്ട്. ബാസ്റ്റോണി ഇസ് പ്രോബബ്ലി വൺ ഓഫ് ഇഫ് നോട്ട് ദ ബെസ്റ്റ് LCB ഇൻ ഇറ്റലി. അപ്പൊ ഇത് തന്നെയാണ്. ഐ ഡോണ്ട് തിങ്ക് ആൻഡ് ബെറലിയും മൂപ്പരാണ് ഐ തിങ്ക് ഫ്യൂച്ചർ ക്യാപ്റ്റനെ അവർ ഗ്രൂം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉപമക്കാനോ ട്രോൾസ് വരുന്നത് സോമർ ആയതുകൊണ്ടാണ്. ഇസ് നോട്ട് ലൈക്ക് നോയർ ഹൂസ് കംഫർട്ടബിൾ ഓൺ ദ ബോൾ. മേ ബി എവേർട്ടൺ, സ്റ്റാർക്കോസ്കി, ലാംപാർഡ് ഉള്ളപ്പോൾ നമ്മൾ കുറച്ച് നോക്കിയിരുന്നായിരുന്നു. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഈസ് എ ഹ്യൂജ് ഇംപ്രൂവ്മെന്റ്. കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ വരുത്തുന്ന പ്ലെയറാണ്. ഈസ് നോട്ട് ഗ്രേറ്റ് ഓൺ ദ ബോൾ. ബേൺലിയിൽ ബാക്കി പ്ലെയർമാരെ വെച്ച് നോക്കുമ്പോൾ ഹി ലുക്ക് ലൈക്ക് എ റോൾസ് റോയ്സ്. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ഹീസ് നമ്മളല്ല വല്ലാണ്ട് ഇംപ്രൂവ് ചെയ്യുന്ന ഒരു പ്ലെയർ അല്ലേ ഫോർ ഷുർ. Amrabat for cheap price again. I think we've discussed multiple times on the screen. കിട്ടാണെങ്കിൽ amazing option. I'm a huge fan of the player. So കൂൾ ഗൈസ്. 1 മണിക്കൂറായി, 11 മണിയായി. മുകേഷ് ജി പറയുന്ന പോലെ ഞാൻ മെല്ലെ പോയി ഒരു ഉറക്കം പാസ്സാക്കട്ടെ. ബെസ്റ്റോണിയൊക്കെ നല്ല എക്സ്പെൻസീവ് ആണ്. യെസ്, ആ ഒരു ടീം തന്നെ ഐ തിങ്ക് ഇന്റർ പ്ലേയേഴ്സ് ഫോളോ ഇൻ ലവ് വിത്ത് ദ ടീം. അപ്പോൾ അവർക്ക് വിട്ട് വരാനും വിൽ പ്രോബ്ലി ഹാവ് ടു പേ എ ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി പ്ലസ് വേജസ് അത്യാവശ്യം കൊടുക്കേണ്ടി വരും. ഐ ഡോണ്ട് തിങ്ക് ആൻഡ് ആ റിലേഷൻഷിപ്പ് വിത്ത് ഇന്റർ ഐ ഡോണ്ട് തിങ്ക് ഇസ് ടു ഗുഡ്. അമാട്ടെ ആറോ മറ്റേ ലെസ്റ്റർത്തെ ആണോ? കാര്യം വല്ല നല്ല പ്ലെയർ എനിക്ക് തോന്നിയിട്ടേ ഇല്ല. പ്ലസ് നമ്മുടെ ഫ്ലാഗ് ഒക്കെ എടുത്ത് എറിഞ്ഞൊരുത്തന. നോ താങ്ക് യു, നോ അമാട്ടെ ഫോർ ചെൽസി. കൂൾ ഗൈസ്. ഇപ്പോൾ എവറി വൺ ഹാവ് എ ഗ്രേറ്റ് വീക്കെൻഡ്. ആൻഡ് നാളെയോ മറ്റന്നാൾ ഐ തിങ്ക് SK Bro ഹാസ് എ ഫ്യൂ അതർ സ്ട്രീംസ് പ്ലാൻഡ്. അപ്പോൾ കാണാം. ഗുഡ് നൈറ്റ്.